ഹായ് ഫ്രണ്ട്സ്, നമ്മളന്ന് പുതിയൊരു ചാപ്റ്റർ തുടങ്ങാൻ പോവാ. ചാപ്റ്ററിന് വരുന്ന സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ ഇൻ ആനിമൽസ് എന്ന് പറയുന്നത് മനുഷ്യന്റെ ഓരോ സെല്ലുകളും ശരീരത്തിലെ ഓരോ അവയവങ്ങളൊക്കെ എങ്ങനെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അതിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത്. നിങ്ങളൊക്കെ നീറ്റിനെ പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റുഡൻസ് ആണ്. 1-2 വർഷങ്ങൾക്കുള്ളിൽ നിങ്ങൾ എല്ലാവരും +2 ആണെങ്കിൽ ഈ വർഷം, +1 ആണെങ്കിൽ അടുത്ത വർഷം നിങ്ങൾ നീറ്റിലൂടെ മെഡിസിൻ എന്ന് പറയുന്ന പ്രൊഫഷണൽ കരിയറിലേക്ക് കയറാണ് അല്ലെ. ജോബിലേക്ക് ഡ്രീം ആയിട്ടുള്ള ഒരു കരിയർ സ്റ്റാർട്ട് ചെയ്യാൻ പോകണം, ഇങ്ങനെ സ്റ്റഡീസ് സ്റ്റാർട്ട് ചെയ്യാൻ പോകണം മെയിനായിട്ടും. അപ്പോൾ നിങ്ങൾ അതിനെ കുറിച്ച് ചാപ്റ്ററിനെ കുറിച്ച് ഡെപ്തിൽ പഠിക്കും. ഓരോ ഹിസ്റ്റോളജി ഒക്കെ പഠിക്കും നമ്മൾ ഡെപ്തിൽ. അപ്പോൾ അതിലേക്കുള്ള ചെറിയൊരു ഇൻട്രൊഡക്ഷൻ ആണ് ഈ ചാപ്റ്റർ എന്ന് പറയുന്നത്. അപ്പോൾ അന്ന് നിങ്ങൾ എത്തിപ്പെടുമ്പോൾ നമ്മളൊപ്പം നിങ്ങൾ പഠിച്ച് നിങ്ങൾ ഇതിലേക്കൊക്കെ എത്തുമ്പോൾ നമ്മളൊക്കെ ആലോചിക്കാം കേട്ടോ. നമ്മളപ്പോൾ ചാപ്റ്റർ തുടങ്ങാണ് സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ ഇൻ ആനിമൽസ് എന്ന് പറയുന്നത് കേട്ടോ. നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കുറച്ച് ടൈപ്പ് ടിഷ്യൂസിനെ കുറിച്ചാണ്. എന്താണ് ടിഷ്യൂസ്, എത്ര ടൈപ്പ് ടിഷ്യൂസ് ഉണ്ട്, അവരുടെ ഫങ്ഷൻസ് എന്തൊക്കെയാണ്, എവിടേക്കാണ് അവർ കാണുന്നത്, എന്തുകൊണ്ടാണ് അവർ അവിടെ കാണപ്പെടുന്നത്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഫുള്ളായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യമായിട്ട് എന്താണ് ഒരു ടിഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതില് ബയോളജിയിലെ വലിയൊരു ബ്യൂട്ടി എടുക്കുന്നുണ്ട്, പരിണാമം എവല്യൂഷന്റെ ബ്യൂട്ടി അവിടെ എടുക്കുന്നുണ്ട്. എന്താണ് ഒരു ടിഷ്യൂ എന്ന് പറഞ്ഞാൽ ആദ്യ കാലഘട്ടത്തില് ഈ സെല്ലൊക്കെ ഫോം ചെയ്ത സമയത്ത് ആരായിരുന്നു ഉണ്ടായിരുന്നത്? പ്രോകാരിയോട്ടിക് ഓർഗാനിസംസ് ആയിരുന്നു. യൂണിസെല്ലുലാർ ആയിട്ടുള്ള മൊണീറൻസ് ആയിരുന്നു. മൊണീറൻസിൽ ആരൊക്കെയാ വരുന്നത്? ബാക്ടീരിയം പെടുന്നുണ്ട്, മൈക്രോപ്ലാസ്മിയം പെടുന്നുണ്ട് അല്ലെ. ഒരൊറ്റ സെല്ല് ആ ഒരു ഇതിന്റെ ആ ഒരു ജീവിയുടെ ആ ഒരു ഓർഗനൈസേഷന്റെ കംപ്ലീറ്റ് ഫങ്ഷൻസ് ചെയ്യാം. റെസ്പിറേഷൻ ആയിക്കോട്ടെ, എക്സ്ക്രീഷൻ ആയിക്കോട്ടെ, ഡൈജഷൻ ആയിക്കോട്ടെ, അസിമിലേഷൻ ആയിക്കോട്ടെ, എന്തൊക്കെ ആയാലും കംപ്ലീറ്റ് ചെയ്യുന്നത് എന്താ? ഒരൊറ്റ സെല്ലാ. നമ്മുടെ ബോഡിക്ക് ഞാൻ ആലോചിച്ച് നോക്കിയപ്പോ നമ്മുടെ ബോഡിയിൽ ഒരു സെല്ലിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഒറ്റയ്ക്ക് ഒരു ടിഷ്യൂവിന് പറ്റോ? ഒരു ഓർഗന് പറ്റോ? ഹാർട്ടിന് മാത്രം എന്തെങ്കിലും ചെയ്യാൻ പറ്റോ? ബ്രെയിനിന് മാത്രം എന്തെങ്കിലും പറ്റോ? ഇല്ല. നമ്മളൊക്കെ ഓർഗൻ സിസ്റ്റം ലെവലായി കഴിഞ്ഞു. അപ്പൊ നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മുടെ സെൽസ്, നമ്മുടെ ബോഡിയിലകത്തുള്ള ചില ടിഷ്യൂസിനെ കുറിച്ചാണ്. അപ്പോ എന്താണ് ടിഷ്യൂ? യൂണിസെല്ലുലാർ ഓർഗാനിസത്തില് ഒരു ഒറ്റ സെല്ല് എല്ലാ ഫങ്ഷൻ ചെയ്തുവെങ്കിൽ ടിഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഗ്രൂപ്പ് ഓഫ് സെൽസ് പെർഫോമിംഗ് എ കോമൺ ഫങ്ഷൻ. ഒരു ഗ്രൂപ്പ് ഓഫ് സെൽസ് ഒരു കോമൺ ഫങ്ഷൻ ചെയ്യുകയാണെങ്കിൽ ഒരാൾ ചെയ്തിരുന്ന ഫങ്ഷൻ ഒരുപാട് പേര് ഒരുമിച്ച് ഒരു ഫങ്ഷൻ ചെയ്യാം. നമ്മുടെ ടീച്ചേഴ്സ് എല്ലാവരും, എല്ലാ സബ്ജക്റ്റ് പഠിക്കുന്ന ടീച്ചേഴ്സും നിങ്ങളും കൂടി ഒരുമിച്ച് നീറ്റ് എന്ന് പറയുന്ന ഒരൊറ്റ എക്സാമിന് വേണ്ടി പഠിച്ചുകൊണ്ടിരിക്കുക അല്ലെ. അതെന്താണ്? അതിന് വേണമെങ്കിൽ ടിഷ്യൂ എന്ന് പറയാൻ പറ്റും. കാരണം എന്താ? ഗ്രൂപ്പ് ഓഫ് സെൽസ് പെർഫോമിംഗ് എ കോമൺ ഫങ്ഷൻ. അപ്പൊ എന്താണ് ടിഷ്യൂ എന്ന് മനസ്സിലായി? നമ്മൾ ഈ ചാപ്റ്ററിൽ ഫുൾ ആയിട്ട് പഠിക്കാൻ പോകുന്നത് ഒരു 4 ടൈപ്പ് ടിഷ്യൂസിനെ കുറിച്ചാണ്. അതിലെ ആദ്യത്തെ ടൈപ്പ് ടിഷ്യൂ നമ്മൾ പഠിക്കാൻ പോകുന്നത് 4 ടൈപ്പ് ടിഷ്യൂസിനെ കുറിച്ചാണ്. അതിൽ ആദ്യത്തെ ടൈപ്പ് ടിഷ്യൂ ആണ് എപ്പിത്തീലിയൽ ടിഷ്യൂ. എപ്പിത്തീലിയൽ ടിഷ്യൂ, മസ്കുലാർ ടിഷ്യൂ, കണക്റ്റീവ് ടിഷ്യൂ, ന്യൂറൽ ടിഷ്യൂ. ഈ 4 ടൈപ്പ് ടിഷ്യൂസിനെ കുറിച്ചാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഫുൾ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എപ്പിത്തീലിയൽ ടിഷ്യൂ, മസ്കുലാർ ടിഷ്യൂ, കണക്റ്റീവ് ടിഷ്യൂ ആൻഡ് ന്യൂറൽ ടിഷ്യൂ. ഇതില് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മെയിൻ ആയിട്ടും എപ്പിത്തീലിയൽ ടിഷ്യൂവിനെ കുറിച്ച് മാത്രമാണ്. അപ്പോൾ നിങ്ങളോട് ചോദിക്കട്ടെ, എന്താണ് ഒരു എപ്പിത്തീലിയൽ ടിഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് പറയാം, കവർ ചെയ്യാം, പ്രൊട്ടക്ട് ചെയ്യാം. നമ്മൾ ബോട്ടണിയിൽ എപ്പിഡെർമിസ് എന്നൊക്കെ പറയും അല്ലെ, എപ്പോ ഔട്ടർ കവറിങ്. അതുപോലെ തന്നെ ഏതൊരു ഓർഗാനിസത്തിനെയും കവർ ചെയ്യുന്ന സെൽസിനെ, ഓർഗാനിസം ആയിക്കോട്ടെ, ഓർഗൻ ആയിക്കോട്ടെ, ഗ്ലാൻഡ് ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, അതിനെ കവർ ചെയ്യുന്ന സെൽസിനെ പറയുന്ന പേരാണ് എപ്പിത്തീലിയൽ ടിഷ്യൂ. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് അതിനെ കുറിച്ചാണ്. ഞാൻ അതിനെ കുറിച്ച് മാത്രമേ പഠിക്കുന്നുള്ളൂ. എപ്പിത്തീലിയൽ ടിഷ്യൂസ് എത്ര ടൈപ്പ് ഉണ്ട്, എവിടെയൊക്കെ കാണുന്നു, അവിടെ ഫങ്ഷൻസ് എന്തൊക്കെയാണ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പൊ നോക്കാം. അപ്പോ ഈ എപ്പിത്തീലിയൽ ടിഷ്യൂന്ന് ഞാനൊരു ടിഷ്യൂ പറയാം കേട്ടോ, ഒരു സെല്ല് പറയാം. നമുക്ക് സെല്ലിനെ കുറിച്ച് പഠിച്ചിട്ട് ടിഷ്യൂവിലേക്ക് എത്താം. ഈ എപ്പിത്തീലിയൽ ടിഷ്യൂവിന്റെ ഏത് സെല്ല് എടുത്ത് നോക്കിയാലും ഒരു സെല്ല്, അടുത്ത സെല്ല്, അല്ലെങ്കിൽ വേണ്ട ഇങ്ങനെ കാണുമ്പോൾ ഇങ്ങനെ കാണാൻ പറ്റും. അടുത്ത സെല്ല്, അടുത്ത സെല്ല് അറേഞ്ച്ഡ് വിത്തൗട്ട് ഇന്റർസെല്ലുലാർ സ്പേസ്. ഏറ്റവും ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. ചിലപ്പോൾ നെഗ്ലിജിബിൾ ആയിട്ട് ചെറിയൊരു സ്പേസ് കാണാം. ഇതൊക്കെ സെല്ലുകളാണെങ്കിൽ ഈ സെല്ലുകൾ പരസ്പരം അറേഞ്ച് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്? വിത്തൗട്ട്
intercellular space. Intercellular space. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സെല്ലുകൾ പരസ്പരം ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുക അല്ലെ, സ്പേസ് ഇല്ലാതെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുക. എന്താ കാരണം? ഇപ്പൊ അവിടെ സ്പേസ് ഉണ്ടെങ്കിൽ എന്റെ ബോഡിയുടെ അകത്തുള്ള ആൾക്കാർക്ക് പുറത്തേക്കോ പുറത്തുള്ള ആൾക്കാർക്ക് ഈസി ആയിട്ട് അകത്തേക്കോ കയറാൻ പറ്റും, അതില്ലാതിരിക്കാനായിട്ട്. അടുത്ത കാര്യം മനസ്സിലാക്കേണ്ടത്, എപ്പിത്തീലിയൽ ടിഷ്യൂസിലത്തെ എല്ലാ സെല്ലുകളും ഒരു ബേസ്മെന്റ് മെംബ്രെയിനിലായിരിക്കും ഉണ്ടാവുക. എന്താ പറഞ്ഞേ? എല്ലാ സെല്ലുകളും ഒരു ബേസ്മെന്റ് മെംബ്രെയിൻ. ഈ പറഞ്ഞ പേര് എന്താ? ബേസ്മെന്റ് മെംബ്രെയിൻ. ഈ ബേസ്മെന്റ് മെംബ്രെയിൻ എന്താണ്? അസെല്ലുലാർ ആണ്, നോൺ സെല്ലുലാർ ആണ്. ഒരു സെല്ലൊന്നല്ല, ഒരു ജെല്ലി ലൈക്ക് മെറ്റീരിയൽ ആണ് കേട്ടോ. അസെല്ലുലാർ ആയിട്ടുള്ള ഒരു ബേസ്മെന്റ് മെംബ്രെയിനോടാണ് എല്ലാ സെല്ലുകളും ഇങ്ങനെ പ്ലേസ് ചെയ്തിരിക്കുന്നത്. മനസ്സിലായോ? എന്തിനാണ് ബേസ്മെന്റ് മെംബ്രെയിൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ എപ്പിത്തീലിയൽ ടിഷ്യൂവിലേക്ക് ഡയറക്റ്റ് ആയിട്ട് എന്തിന്റെ കണക്ഷൻ ഇല്ല? വെയിൻസ്, അതായത് ബ്ലഡ് വെസൽസിന്റെ കണക്ഷൻസ് ഒന്നും ഇല്ല. അപ്പോ ഭക്ഷണം ഇവിടേക്ക് എത്തിക്കും. ഇവിടെ നിന്നിട്ടാണ് ന്യൂട്രിയൻസ് ആയാലും ഗ്യാസസ് ആയാലും പിടിക്കുന്നത്. ഏതൊരു സെല്ലിനായാലും എന്ത് രണ്ട് അത്യാവശ്യമാണ്? ഫുഡ് അത്യാവശ്യമാണ്, ഓക്സിജൻ അത്യാവശ്യമാണ് അല്ലെ. ഇത് രണ്ടും എത്തിക്കുന്നത് ആരാണ്? ബേസ്മെന്റ് മെംബ്രെയിൻ ആണ്. ബേസ്മെന്റ് മെംബ്രെയിനിലേക്കാണ് ബ്ലഡ് വെസൽസിന്റെ കണക്ഷൻ ഉള്ളൂ. അപ്പൊ നമ്മൾ ഇനി പഠിക്കാൻ പോകുന്ന എല്ലാ എപ്പിത്തീലിയൽ ടിഷ്യൂ, ഈ എപ്പിത്തീലിയൽ ടിഷ്യൂസിന്റെ എല്ലാ ടൈപ്പുകളിലും എല്ലാ സെൽസുകളും എവിടെയാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്? ഒരു ബേസ്മെന്റ് മെംബ്രെയിനിന്റെ മുകളിലാണ് എടുത്തു വെച്ചിരിക്കുന്നത് കേട്ടോ. മനസ്സിലാക്കാം. അപ്പൊ എന്ത് പ്രസന്റ് ആണ്? ഒരു ബേസ്മെന്റ് മെംബ്രെയിൻ പ്രസന്റ് ആണ്. ബേസ്മെന്റ് മെംബ്രെയിൻ പ്രസന്റ് ആണ്. പിന്നെ എന്താണ്? കവറിംഗ് ആണ് മെയിൻ ഡ്യൂട്ടി. കവറിംഗ് ആണ്. എന്താണ്? പ്രൊട്ടക്ഷൻ. കവറിംഗ് എന്തിനാ? പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിട്ടല്ലേ. ഇനി വേറൊരു കാര്യം മനസ്സിലാക്കാനുണ്ട്. അതായത് നമ്മൾ വിചാരിക്കും ഇപ്പോ കവറിംഗ് ആണെന്നുള്ള സാറ് പറഞ്ഞേ, അപ്പൊ ഒരു പക്ഷെ എന്റെ ബോഡീനെ ഫുള്ള് കവർ ചെയ്തിരിക്കുന്ന സ്കിൻ എപ്പിത്തീലിയം ആയിരിക്കാം. അങ്ങനെ മാത്രമല്ല മക്കളെ, അതായത് ഈ എപ്പിത്തീലിയൽ ടിഷ്യൂ ബോഡീനെ കവർ ചെയ്യും, ഓർഗൻസിനെ കവർ ചെയ്യും, ഓർഗൻസിന്റെ പുറം ഭാഗം കവർ ചെയ്യും, ഇന്നർ സൈഡും കവർ ചെയ്യും. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇതൊരു ഓർഗനാണ്, ആണെന്ന് വിചാരിക്കാം. മനസ്സിലായോ? ഇതിന്റെ പുറം ഭാഗത്തൊരു എപ്പിത്തീലിയൽ ടിഷ്യൂ ഉണ്ടാവും. അത് കഴിഞ്ഞ് മസ്കുലാർ ലെയർ ഒക്കെ അതിന്റെ അകത്ത് മസ്കുലാർ ലെയർ ഒക്കെ ഉണ്ടാവും. അതിനുശേഷം വീണ്ടും അതിന്റെ അകത്ത ലെയറും എന്ത് കവർ ചെയ്തിട്ടുണ്ടാവും? എപ്പിത്തീലിയം ഉണ്ടാവും. എപ്പിത്തീലിയം എന്ന് പറഞ്ഞാൽ കവറിംഗ് ഓഫ് ദ ബോഡി ആണ്, അല്ലെങ്കിൽ കവറിംഗ് ഓഫ് ദ ഓർഗൻ ആണ്, അല്ലെങ്കിൽ കവറിംഗ് ഓഫ് ദ ഗ്ലാൻഡ് ആണ്. എവിടെയൊക്കെ? ഔട്ടർ കവറിംഗ് ഉണ്ട്, ഇന്നർ കവറിംഗ് ഉണ്ട്. ഒരു സീലത്തിന്റെ ഇന്നർ സീലം എന്ന് പറഞ്ഞ ഗ്യാപ്പ് മനസ്സിലായല്ലോ. നമ്മൾ ഫസ്റ്റ് സെക്കൻഡ് ചാപ്റ്ററിൽ പഠിച്ചിട്ടുള്ള നമ്മുടെ എന്റെ ബോഡി ഇങ്ങനെ വയർ ഇങ്ങനെ മുറിക്കുക. അപ്പൊ എന്താ, നമ്മുടെ കോഴീനൊക്കെ വയറ്റിന്ന് കുടലൊക്കെ വഹിച്ചിരിക്കുന്ന പോലെ എന്റെ അവിടെ എന്തിരിക്കുന്നുണ്ടാവും? ലിവർ ഇരിക്കുന്നുണ്ടാവും, എന്നെ സ്റ്റൊമക്ക് ഇരിക്കുന്നുണ്ടാവും അല്ലെ. അതൊക്കെ ഇങ്ങെടുത്ത് മാറ്റാം. ഒരു ബക്കറ്റ് പോലെ കാണില്ലേ? ഇതൊരു ബക്കറ്റ് അല്ലേ? അതിന്റെ ഔട്ടർ കവറിങ്ങും എപ്പിത്തീലിയം ആയിരിക്കും, ഇന്നർ കവറിങ്ങും എപ്പിത്തീലിയം ആയിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ബേസ്മെന്റ് മെംബ്രെയിൻ എടുത്ത് നോക്കുകയാണെങ്കിൽ ബേസ്മെന്റ് മെംബ്രെയിന്റെ പുറത്ത് എന്തിരിക്കണ്ടേ? ഒരു എപ്പിത്തീലിയം സെൽ ഇരിക്കണ്ടേ. ഒരു പക്ഷേ അതിന്റെ ഫ്രീ സർഫേസ് ഫേസിംഗ് ടുവേർഡ്സ് ഔട്ട്സൈഡ് ആയിരിക്കും. ഇതെന്റെ ബോഡി ആണെങ്കിൽ ഒരു പക്ഷെ ഈ എപ്പിത്തീലിയൽ ടിഷ്യൂ ഇങ്ങനെയാണെങ്കിൽ എപ്പിത്തീലിയൽ ടിഷ്യൂവിന്റെ ഈ എപ്പിത്തീലിയൽ ടിഷ്യൂവിന്റെ ഫ്രീ സർഫേസ്, എന്തിനാ ഫ്രീ സർഫേസ് എന്ന് പറയണേ? ഈ സർഫേസ് ബേസ് മെംബ്രെയിൻ കണക്റ്റഡ് ആണ്. അപ്പൊ ഇതാണ് ഫ്രീ. ഒന്നില്ലെങ്കിൽ ഫ്രീ സർഫേസ് ടുവേർഡ്സ് ഔട്ട്സൈഡ് ആയിരിക്കും. എന്റെ സ്റ്റൊമക്കിന്റെ അകത്താണെങ്കിലോ ഫ്രീ സർഫേസ് ടുവേർഡ്സ് ദ ബോഡി. മനസ്സിലായോ? ഒന്നില്ലെങ്കിൽ എപ്പിത്തീലിയൽ ടിഷ്യൂവിന്റെ ഫ്രീ സർഫേസ് ടുവേർഡ്സ് ഔട്ട്സൈഡ് ആയിരിക്കാം, അല്ലെങ്കിലോ ടുവേർഡ്സ് ദ ബോഡി ആയിരിക്കാം. ഇത്രയും കാര്യങ്ങൾ ബേസിക് ആയിട്ട് എപ്പിത്തീലിയൽ ടിഷ്യൂവിനെ കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം കേട്ടോ. ഷേപ്പ് ഡിഫറൻസ് ഉണ്ടായിരിക്കും, നമുക്ക് ഷേപ്പിനെ കുറിച്ചൊക്കെ നമുക്ക് പഠിക്കാം. നമ്മൾ ഇനി അടുത്തായിട്ട് പഠിക്കാൻ പോകുന്നത് രണ്ട് ടൈപ്പ്, നമുക്ക് പല ടൈപ്പിൽ അറേഞ്ച് ചെയ്യുന്നു, നമ്മൾ ഡിഫറൻസ് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട് ബേസ്ഡ് ഓൺ ദ ലെയർ ഓഫ് സെൽസ്.
സെൽസുകളുടെ ലെയറിന്റെ ബേസിൽ എത്ര ലെയർ ഉണ്ട് എന്നുള്ള ബേസിൽ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ബേസ്ഡ് ഓൺ ദ നമ്പർ ഓഫ് സെൽസ്, അല്ലെങ്കിൽ ലെയർ ഓഫ് സെൽസ്. നമ്പർ ഓഫ് സെൽസ് ഉദ്ദേശിക്കുന്ന നമ്പർ ഓഫ് ലെയേഴ്സ് കേട്ടോ. എത്ര സെല്ല് ഉണ്ടെന്ന അടിസ്ഥാനത്തിലല്ല, എത്ര ലെയറിലാണ് സെൽ അറേഞ്ച് ചെയ്തിരിക്കുന്നത് എന്നതിന്റെ അടിസ്ഥാനത്തിൽ മെയിൻ ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നതാണ് സിമ്പിൾ എപ്പിത്തീലിയം ആൻഡ് കോമ്പൗണ്ട് എപ്പിത്തീലിയം. ഈ സിമ്പിൾ എപ്പിത്തീലിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറയാം സിമ്പിൾ എപ്പിത്തീലിയം ഉണ്ട്, കോമ്പൗണ്ട് എപ്പിത്തീലിയം ഉണ്ട്. കോമ്പൗണ്ട് എപ്പിത്തീലിയത്തിന് വേറൊരു പേരുണ്ട്, അതാണ് സ്ട്രാറ്റിഫൈഡ് എപ്പിത്തീലിയം കേട്ടോ. അപ്പോ ബേസ്ഡ് ഓൺ ദ ലെയർ ഓഫ് സെൽ, എത്ര ലെയറിലാണ് സെൽ അറേഞ്ച് ചെയ്തിരിക്കുന്നത് എന്നതിന്റെ അടിസ്ഥാനത്തിൽ രണ്ടാക്കി ഡിവൈഡ് ചെയ്തത്. അതൊക്കെ പറഞ്ഞേ സിമ്പിൾ എപ്പിത്തീലിയം ഉണ്ട്, കോമ്പൗണ്ട് എപ്പിത്തീലിയം ഉണ്ട്. സിമ്പിൾ എപ്പിത്തീലിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു സിംഗിൾ ലെയർ ഓഫ് സെൽസ് മാത്രമേ ഉണ്ടാവുള്ളൂ, മനസ്സിലാക്കുക. ഒരു സിംഗിൾ ലെയർ ഓഫ് സെൽസ് മാത്രമാണ് ആ ടിഷ്യൂലുള്ളത് എങ്കിൽ അത് നമ്മൾ എന്ത് പറയും? സിമ്പിൾ എപ്പിത്തീലിയം എന്ന് പറയും. കോമ്പൗണ്ട് എപ്പിത്തീലിയം എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാല് മോർ ദാൻ വൺ ലെയർ ഓഫ് സെൽസ്, ഒന്നിൽ കൂടുതൽ ലെയർ സെല്ലുകൾ പ്രസന്റ് ആണെങ്കിൽ അത് നമ്മൾ എന്ത് പറയും? കോമ്പൗണ്ട് എപ്പിത്തീലിയം എന്ന് പറയും. മനസ്സിലായോ? ഇത്രയേ ഉള്ളൂ, സിമ്പിൾ ആണ്. കോമ്പൗണ്ട് വേറെ പേരെന്താ? സ്ട്രാറ്റിഫൈഡ്. സ്ട്രാറ്റം, ഒരുപാട് ലെയറുകൾ കേട്ടോ. സ്ട്രാറ്റം, ലെയറുകൾ പ്രസന്റ് ആണ്. അങ്ങനെയാണ് സ്ട്രാറ്റിഫൈഡ് എന്ന പേര് വരാനായിട്ടുള്ള കാരണം. ഇനി നമുക്ക് അതിൽ നോക്കാനുള്ളത് ഷേപ്പിന്റെ അടിസ്ഥാനത്തിൽ. ഇത് നമ്മുടെ ഇതിന്റെ അടിസ്ഥാനത്തിലാ, നമ്മുടെ നമ്പർ ഓഫ് സെൽസിന്റെ അടിസ്ഥാനത്തിൽ സിമ്പിളും ഉണ്ട്, കോമ്പൗണ്ടും ഉണ്ട് കേട്ടോ. ഇതിൽ തന്നെ ഷേപ്പിന്റെ അടിസ്ഥാനത്തിൽ സിമ്പിളിനെയും കോമ്പൗണ്ടിനെയും തന്നെ മൂന്നാക്കി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ ഷേപ്പ് നമ്പർ ഓഫ് സെൽസിന്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാക്കി. ഈ സിമ്പിളിനെയും കോമ്പൗണ്ടിനെയും തന്നെ വീണ്ടും മൂന്നാക്കി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. എന്തിന്റെ ബേസിലാ? ബേസ്ഡ് ഓൺ ദ ഷേപ്പ് ഓഫ് ദ സെൽസ്. സെൽസിന്റെ ഷേപ്പിന്റെ അടിസ്ഥാനത്തിൽ മൂന്നാക്കിയിട്ടുണ്ട്. സ്ക്വാമസ് എപ്പിത്തീലിയം, ക്യൂബോയിഡൽ എപ്പിത്തീലിയം, കോളംനാർ എപ്പിത്തീലിയം. ഇവിടെ തന്നെ സ്ക്വാമസ്, ക്യൂബോയിഡല്, കോളംനാർ എന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാല് ഷേപ്പിന്റെ അടിസ്ഥാനത്തിലുള്ള ക്ലാസിഫിക്കേഷൻ സിമ്പിളിലും കോമ്പൗണ്ടിലും. ഈ സ്ക്വാമസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലാറ്റ് സെൽസ് എന്ന വാക്കിന്റെ അർത്ഥം കേട്ടോ. ഫ്ലാറ്റ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ സെൽസ് ഫ്ലാറ്റ് ആയിരിക്കും. ഇങ്ങനെയായിരിക്കും സെൽസ് ഉണ്ടായിരിക്കുക. സെന്ററിൽ ന്യൂക്ലിയസ് ഉണ്ടായിരിക്കും. ഇവിടെ വരയ്ക്കാം. ഇതിന്റെ സെൽസ് എങ്ങനെയായിരിക്കും? ഫ്ലാറ്റ് ആയിരിക്കും. സെന്ററിലായിരിക്കും എന്തുണ്ടായിരിക്കുക? ന്യൂക്ലിയസ് ഉണ്ടായിരിക്കുക. ഇങ്ങനെയായിരിക്കും അതിന്റെ ഒരു അറേഞ്ച്മെന്റ് ഉണ്ടായിരിക്കുക കേട്ടോ. ഫ്ലാറ്റ് സെൽസ് ആയിരിക്കും, സെന്ററിൽ ന്യൂക്ലിയസ് ഉണ്ടായിരിക്കും. അടുത്താണ് ക്യൂബോയിഡൽ എപ്പിത്തീലിയം. സിമ്പിൾ ആണ്. ക്യൂബിന്റെ ഷേപ്പിലുള്ള സെല്ലായിരിക്കും, സെന്ററിലായിരിക്കും ന്യൂക്ലിയസ്. ക്യൂബിന്റെ ഷേപ്പിലുള്ള സെല്ലായിരിക്കും, സെന്ററിലായിരിക്കും എന്തുണ്ടായിരിക്കുക? അതിന്റെ ന്യൂക്ലിയസ് ഉണ്ടായിരിക്കും. അടുത്താണ് കോളംനാർ എപ്പിത്തീലിയം. കോളംനാർ എന്ന് പറഞ്ഞാൽ ലോങ് ആണ്, സ്ലെൻഡർ ആണ്, ബേസിലായിരിക്കും ന്യൂക്ലിയസ് കേട്ടോ. ലോങ് ആണ്, സ്ലെൻഡർ ആണ്, ബേസിലായിരിക്കും അതിന്റെ ന്യൂക്ലിയസ് ഉണ്ടായിരിക്കുക. ലോങ് ആയിരിക്കും, സ്ലെൻഡർ ആയിരിക്കും, ബേസിലായിരിക്കും അതിന്റെ ന്യൂക്ലിയസ് ഉണ്ടായിരിക്കുക. മനസ്സിലാക്കാം കേട്ടോ. അപ്പൊ അതാണ് ഇതിന്റെ ബേസ്. സ്ക്വാമസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി നമ്മൾ സ്ക്വാമസ് എപ്പിത്തീലിയം എന്ന് എവിടെ കേൾക്കുകയാണെങ്കിലും മെഡിസിനിൽ പോയിട്ട് മെഡിക്കൽ ടെക്സ്റ്റ് ബുക്ക് ഗൈറ്റന്റെ മെഡിക്കൽ ഫിസിയോളജിയിൽ പഠിക്കുകയാണെങ്കിലും അല്ലെങ്കിൽ ഹിസ്റ്റോളജിയിൽ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക ബേസ് ഇട്ട് വന്നിരിക്കുകയാണ്. സ്ക്വാമസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലാറ്റ് ആണ്. ക്യൂബോയിഡ് തന്നെ ക്യൂബാന്ന് അറിയാം. കോളംനാർ എന്ന് പറഞ്ഞാൽ കോളം, വലിയ കോളമാണ്. ഇതാണ് അറേഞ്ച്മെന്റ്. കോമ്പൗണ്ട് എന്ന് പറഞ്ഞാൽ ഒരുപാട് സെല്ലുകൾ, സിമ്പിൾ എന്ന് പറഞ്ഞാൽ ഒരൊറ്റ ടൈപ്പ് സെല്ലുകൾ. നമ്മളിനി ഇത് തന്നെയാണ് ഡെപ്തിൽ പഠിക്കാൻ പോകുന്നത്. നമ്മളിനി നോക്കാൻ പോകുന്നത് നമ്പർ ഓഫ് സെൽസിന്റെ അടിസ്ഥാനത്തിൽ സിമ്പിൾ എപ്പിത്തീലിയം ഉണ്ടല്ലോ. ഈ സിമ്പിൾ എപ്പിത്തീലിയത്തിന്റെ സ്ക്വാമസും ക്യൂബോയിഡലും കോളംനാറും എന്തൊക്കെയാണ്, എവിടേക്കാണ് കാണുന്നതെന്ന് പഠിക്കും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കോമ്പൗണ്ട് എപ്പിത്തീലിയത്തിന്റെ അല്ലെങ്കിൽ സ്ട്രാറ്റിഫൈഡ് എപ്പിത്തീലിയത്തിന്റെ സ്ക്വാമസ് ഉണ്ട്, ക്യൂബോയിഡൽ ഉണ്ട്, കോളംനാർ ഉണ്ട്. ഇവരൊക്കെ എവിടെയാണ് കാണപ്പെടുന്നത് പഠിക്കും. അതാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ.
സ്ക്വാമസ് ഉണ്ട്, ക്യൂബോയിഡൽ ഉണ്ട്, കോളംനാർ. മൂന്നെണ്ണത്തിനെ കുറിച്ച് നമുക്ക് പഠിക്കാം. ആദ്യം തന്നെ നമുക്ക് എന്ത് പറയാം? ഷേപ്പിനെ കുറിച്ച് തന്നെ പറയാം. സ്ക്വാമസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഫ്ലാറ്റ് ആയിരിക്കും, സെന്ററിലായിരിക്കും ന്യൂക്ലിയസ് കാണാം. നമുക്ക് എഴുതി വെക്കാം, ഫ്ലാറ്റ് സെൽസ് ആണ്, ന്യൂക്ലിയസ് അറ്റ് സെന്റർ ആണല്ലോ. ക്യൂബോയിഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ക്യൂബ് ഷേപ്പ്ഡ് സെൽസ് ആണ്, സെന്ററിലാണ് എന്ത് കാണുന്നത്? ന്യൂക്ലിയസ് കാണുന്നത്. ക്യൂബ് ഷേപ്പ്ഡ് സെൽസ് ആണ്, ന്യൂക്ലിയസ് അറ്റ് സെന്റർ. കോളംനാർ നോക്കുകയാണെങ്കിൽ ലോങ് സ്ലെൻഡർ സെൽസ് ആണ്, ബേസിലാണ് ന്യൂക്ലിയസ്. ലോങ് സ്ലെൻഡർ സെൽസ് ആണ്, ന്യൂക്ലിയസ് അറ്റ് ബേസ്. ഇതാണ് നമുക്ക് നോക്കാനുള്ളത് കേട്ടോ. ആദ്യത്തെ ക്ലാസിഫിക്കേഷൻ ആണ് ഇതെന്ന് പറയുന്നത്. അടുത്ത കാര്യം എന്ന് പറയുന്നത് ഭയങ്കര തിന്നാണ്. അപ്പോ നമുക്ക് ഓരോന്നിനും ഫങ്ഷൻസ് പഠിക്കണം. ഭയങ്കര തിന്നായതുകൊണ്ട് തന്നെ ഈ ഡിഫ്യൂഷൻ ആവശ്യമായിട്ടുള്ള സ്ഥലങ്ങൾ. ഡിഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഫ്ലോ ഓഫ് സബ്സ്റ്റൻസസ് ഫ്രം ഹയർ കോൺസെൻട്രേഷൻ ടു ലോവർ കോൺസെൻട്രേഷൻ എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹയറിൽ നിന്ന് ലോവറിലേക്ക് പോകാനായിട്ട് ചാൻസ് ഉള്ള സ്ഥലങ്ങൾ ഉണ്ടായിരിക്കും അല്ലെ. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ ബ്ലഡ് കാപ്പിലറീസ്, അവിടെ എന്താ പ്രത്യേകത? അവിടെ ഹയർ കോൺസെൻട്രേഷനിൽ നിന്ന് ലോവർ കോൺസെൻട്രേഷനിൽ എന്ത് പോകണം? നമ്മുടെ ഫുഡ് ഐറ്റംസും അതുപോലെ ഓക്സിജനും ഒക്കെ പോകണം. അതുപോലെ ആൽവിയോളൈ, നമ്മുടെ എവിടെ അത്? ലങ്സിന്റെ ആൽവിയോളൈയുടെ അകത്ത്. അവിടെ എങ്ങനെയാ പ്രത്യേകത? നമ്മുടെ ഓക്സിജൻ ഹയർ കോൺസെൻട്രേഷനിൽ നിന്നും കാർബൺ ഡൈ ഓക്സൈഡും ഓക്സിജൻ ഒക്കെ എന്ത് ചെയ്യണം? ഹയർ കോൺസെൻട്രേഷനിൽ നിന്ന് ലോവർ കോൺസെൻട്രേഷനിലേക്ക് പോകണം അല്ലേ. അപ്പോ ഇതിന്റെ മെയിൻ പരിപാടിയാണ് ഡിഫ്യൂഷൻ ആണ് മെയിൻ പരിപാടി. ഇതിന്റെ രണ്ടിന്റെയും മെയിൻ ഡ്യൂട്ടി എന്ന് പറയുന്നത് അബ്സോർപ്ഷൻ ആൻഡ് സെക്രീഷൻ. അബ്സോർപ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? വലിച്ചെടുക്കുക. സെക്രീഷൻ എന്ന് പറഞ്ഞാൽ എന്താ? അങ്ങോട്ട് കൊടുക്കുക. അബ്സോർപ്ഷനും സെക്രീഷനും ആണ് ഈ ക്യൂബോയിഡിന്റെയും കോളംനാറിന്റെയും മെയിൻ ഡ്യൂട്ടി. എന്തൊക്കെയാ പറഞ്ഞേ? അബ്സോർപ്ഷനും ഉണ്ട്, സെക്രീഷൻ. അബ്സോർപ്ഷൻ ആൻഡ് സെക്രീഷൻ. ഇതൊക്കെയാണ് നമുക്ക് ബേസിക് ആയിട്ട് ഓരോരുത്തര് എങ്ങനെയാണ് കാണുന്നത്, എങ്ങനെയാണ് അവരുടെ സംഭവങ്ങൾ എങ്ങനെയാണ് വരുന്നത്, അവരുടെ ഫങ്ഷൻസ് എന്താണ്. ഇതാണ് മെയിൻ ആയിട്ട് നമുക്ക് പ്രധാനമായിട്ട് പഠിക്കാനുള്ളത്. ഇതെന്ന് പറയുന്നത് ഇതൊരു ഹെക്സഗോണൽ അല്ലെങ്കിൽ പോളിഗോണൽ ഷേപ്പിലായിരിക്കും ഇതിന്റെ അറേഞ്ച്മെന്റ് ഉണ്ടായിരിക്കുക കേട്ടോ. ഹെക്സഗണൽ അല്ലെങ്കിൽ പോളിഗോണൽ ഷേപ്പിലായിരിക്കും ഇതിന്റെ അറേഞ്ച്മെന്റ് ഉണ്ടായിരിക്കുക. ഇങ്ങനെയായിരിക്കും ആ സെല്ലുകൾ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരിക്കുക കേട്ടോ. ഹെക്സഗണൽ ഷേപ്പിൽ അറേഞ്ച്മെന്റ് ആയിരിക്കും. ഇതിന് പ്രധാനമായിട്ട് കാണുന്നത് എവിടെയായിരിക്കും? ഡിഫ്യൂഷൻ ആവശ്യമുള്ള സ്ഥലങ്ങൾ. എവിടെ ഡിഫ്യൂഷൻ ആവശ്യമുള്ള സ്ഥലങ്ങൾ വരുന്ന മക്കളെ? നമ്മുടെ ആൽവിയോളൈ ഓഫ് ലങ്സ്. ലങ്സിന്റെ ആൽവിയോളൈയിൽ കാണുന്നുണ്ട്. അടുത്തായിട്ട് പിന്നെ കാണുന്നത് എവിടെ? കാപ്പിലറീസ്, ബ്ലഡ് കാപ്പിലറീസിലും അതുപോലെ തന്നെ ആൽവിയോളൈ ഓഫ് ലങ്സ്. ഈ രണ്ട് സ്ഥലങ്ങളിലാണ് പ്രധാനമായിട്ടും നമ്മുടെ സ്ക്വാമസ് എപ്പിത്തീലിയം കാണുന്നത് കേട്ടോ. നമുക്ക് ഇനി സ്ക്വാമസിനെ കുറിച്ച് അധികം പഠിക്കാനില്ല. അടുത്താണ് ക്യൂബോയിഡൽ. ക്യൂബോയിഡൽ എന്ന് പറഞ്ഞാൽ അബ്സോർപ്ഷനും ഉണ്ട്, ഒപ്പം എന്തുണ്ട്? സെക്രീഷനും ഉണ്ട്. അവർ പ്രധാനമായിട്ടും കാണുന്നത് അബ്സോർപ്ഷൻ, സെക്രീഷൻ പറഞ്ഞാല് മെയിൻ ആയിട്ട് അവർ കാണാം നെഫ്രോൺസ്. കിഡ്നിയിലത്തെ നെഫ്രോൺസിന്റെ സ്ട്രക്ചർ ഓർമ്മയില്ലേ? ഇങ്ങനെ ഒരു സംഭവം, ബൊമാക്സ് ക്യാപ്സ്യൂള്, ഗ്ലോമറുലസ്, അവിടെ നിന്ന് ഇങ്ങനെ PCT, ഹെല്ലിസ് ലൂപ്പ്, DCT, അങ്ങനെ സ്ട്രക്ചർ പഠിക്കും കേട്ടോ. +1 സ്റ്റുഡൻസിന് അറിയുന്നുണ്ടായിരിക്കില്ല, +2 സ്റ്റുഡൻസിന് അറിയുന്നുണ്ടായിരിക്കും. ഇതാണ് നെഫ്രോൺ. കിഡ്നിയുടെ അകത്തുള്ള ഒരു സംഭവമാണ് നെഫ്രോൺ എന്ന് പറയുന്നത് കേട്ടോ. ഫിൽട്രേഷൻ ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ആളാണ് നെഫ്രോൺ എന്ന് പറയുന്നത്. അപ്പൊ നെഫ്രോൺസ് മെയിൻ ആയിട്ട് നെഫ്രോൺസിൽ കാണുന്നുണ്ട് കേട്ടോ. നെഫ്രോൺസ് മെയിൻ എവിടെ കാണാൻ? നെഫ്രോൺ. കാരണം എന്താ? നെഫ്രോൺസിൽ അബ്സോർപ്ഷൻ ആവശ്യമാണ്.
നമുക്ക് എല്ലാവർക്കും നമ്മൾ പഠിക്കും അല്ലെങ്കിൽ അറിയുന്നവർ മനസ്സിലാക്കുക, നമ്മുടെ PCT-ലാണ് ഏറ്റവും നമ്മൾ കുടിക്കുന്ന വെള്ളം അല്ലെങ്കിൽ കുടിക്കുന്ന വെള്ളം ഇങ്ങനെ പോലെ ബ്ലഡിലേക്ക് പോകും. നമ്മുടെ ബ്ലഡ് ഈ ഗ്ലോമറുലസിലേക്ക് കയറും. അതുവഴി നമ്മുടെ ബൊമാൻസ് ക്യാപ്സ്യൂളിൽ കയറി ഹെൽസ് ലൂപ്പിലൂടെ കയറി തിരിച്ചു പോകുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വലിച്ചെടുത്ത് വേസ്റ്റ് മാത്രമാണ് കളക്ടിങ് ഡക്റ്റിലേക്ക് പോകുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ എക്സ്ക്രീഷനിൽ പഠിക്കും, ഒരു മിനിറ്റിൽ അല്ലെങ്കിൽ ഒരു ദിവസം ഒരു മിനിറ്റിന് 125 മില്ലിലിറ്ററും ഒരു ദിവസം 180 ലിറ്റർ GFR എന്ന് പറയാം, ഗ്ലോമറുലർ ഫിൽട്രേറ്റ് ഫോം ചെയ്യുന്നുണ്ട്. അതിന്റെ 99% നമ്മൾ എന്തെങ്കിലും വലിച്ചെടുക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ യൂറിൻ എന്ന് പറയുന്ന പോലത്തെ ഒരു സംഭവം 150 ലിറ്റർ. ഈ സെല്ലുകൾ ഇല്ലായിരുന്നുവെങ്കിൽ നമ്മൾ 150 ലിറ്റർ മൂത്രം ഒഴിക്കേണ്ട അവസ്ഥയിലേക്ക് എത്തിയാണ്. ഈ സെല്ലുകൾ അവിടെ അബ്സോർബ് ചെയ്യുന്നത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? അത് 1.5 ലിറ്റർ ആയിട്ട് കുറഞ്ഞു. അപ്പൊ അബ്സോർപ്ഷനും സെക്രീഷനും എന്ന് പറഞ്ഞാൽ എന്താ? സെക്രീറ്റ് ചെയ്യാം, അങ്ങോട്ട് സെക്രീറ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഗ്ലാൻസിലൊക്കെ കാണാം. അപ്പൊ അബ്സോർപ്ഷന്റെ കാര്യത്തിൽ എവിടെ കാണാം? നെഫ്രോൺസ് ഓഫ് കിഡ്നി, കേട്ടോ, നെഫ്രോൺസ് ഓഫ് കിഡ്നിയെ നെഫ്രോൺസിൽ കാണുന്നുണ്ട്. അതുപോലെ തന്നെ പിന്നെ സെക്രീഷന്റെ കാര്യത്തിൽ ഡക്ട് ഓഫ് ഗ്ലാൻസിന്റെ ഡക്റ്റിലും കാണുന്നുണ്ട് കേട്ടോ. ഡക്ട് ഓഫ് ഗ്ലാൻസ് ഈ രണ്ട് സ്ഥലത്താണ് പ്രധാനമായിട്ടും കാണുന്നത്. അപ്പൊ തന്നെ ഈ ചെല മെയിൻ ആയിട്ട് നമ്മുടെ ഇതിന് നമ്മള് ഒരു സീലിയേറ്റഡ് ക്യൂബോയിഡൽ എപ്പിത്തീലിയം എന്ന് പറയുന്ന സംഭവം ഉണ്ട്. സിമ്പിൾ സീലിയേറ്റഡ് ക്യൂബോയിഡൽ എപ്പിത്തീലിയം എന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്കറിയാം ഇവനിരിക്കുന്നത് ഒരു ബേസ്മെന്റ് മെംബ്രെയിനുകളാണ്. നമ്മൾ പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ്. അത് ഇവിടെയാണ് ഇവരെല്ലാവരും ഇരിക്കുന്നത്. ഇവരെല്ലാവരും ഇരിക്കുന്നത് എവിടെയാണ്? ഇങ്ങനെ ഒരു ബേസ്മെന്റ് മെംബ്രെയിനുകളാണ് ഇവരെല്ലാവരും ഇരിക്കുന്നത്. ഫ്ലാറ്റ് സെൽസ് ആയിക്കോട്ടെ, എല്ലാവരും ഇങ്ങനെ ഒരു ബേസ്മെന്റ് മെംബ്രെയിനാണ് ഇരിക്കുന്നത് അല്ലെ. ഇതിന്റെ ഫ്രീ സർഫസില് ചെലോടയില് ഒരുപാട് സീലിയ കാണുന്നുണ്ട്. ഫ്രീ സർഫസില് ചെലോടയില് സീലിയ കാണുന്നുണ്ട്. അപ്പൊ നമ്മൾ എന്താ പറയും? സിമ്പിൾ ഒരൊറ്റ ലെയറിലേ ഉള്ളൂ ക്യൂബോയിഡൽ സിമ്പിൾ സീലിയേറ്റഡ് ക്യൂബോയിഡൽ എപ്പിത്തീലിയം. സിമ്പിൾ ആണ്, ഒരു ലെയറേ ഉള്ളൂ, സീലിയേറ്റഡ് ആണ്, ക്യൂബോയിഡൽ എപ്പിത്തീലിയം. അതാണ് പ്രധാനമായിട്ടും PCT-യിൽ കാണുന്നത് കേട്ടോ. PCT-യിലാണ് പ്രധാനമായിട്ട് അത് കാണുക. അതിന്റെ മെയിൻ ഡ്യൂട്ടി എന്ന് പറയുന്നത് PCT-യിലാണ് മെയിൻ ഡ്യൂട്ടി കാണാലോ, അല്ല അബ്സോർപ്ഷൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഈ സീലിയയുടെ മെയിൻ ഡ്യൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതിന്റെ ട്രാൻസ്പോർട്ടേഷൻ ഹെൽപ്പ്, അതായത് ഇതിങ്ങനെ ഇളക്കും, ഫുൾ ടൈം സീലിയ ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇവിടെ മാത്രമല്ല, നമ്മുടെ ട്രക്കിയ ഭാഗങ്ങളൊക്കെ കാണാൻ ചാൻസ് ഉള്ള സംഭവം കേട്ടോ. ഈ സീലിയ മെയിൻ ഡ്യൂട്ടി എന്ന് വെച്ചാല് നമ്മൾ ഫ്ലജെല്ലിയോൺ സീലിയ അങ്ങനെ കുറച്ച് സംഭവം കുറിച്ച് പഠിക്കും. ഇതൊക്കെ മൂവ്മെന്റ്സിന് ഹെൽപ്പ് ചെയ്യുന്നതാട്ടോ. മൂവ്മെന്റ്സ് നമ്മൾ ഈ അടുത്തത് ഇവിടെ പഠിക്കുമ്പോൾ ശരിക്കും മനസ്സിലാവും. ഇവിടുത്തെ സീലിയായിട്ട് കാണുന്നത് നമ്മുടെ ഫെലോപ്പിയൻ ട്യൂബിലൊക്കെ കാണും. ശരിക്കും പറഞ്ഞാൽ ഒരു പുൽമൈതാനം പോലെ നോക്കുകയാണെങ്കിൽ ഒരു സെല്ല് ഇങ്ങനെയായിരിക്കും, ഒരു ലെയർ സെല്ല് ഫുൾ അങ്ങനെയാണെങ്കിൽ ഒരു ലോൺ വെച്ച പോലെ ഇത് കാണാം. സീലിയ എങ്ങനെ കാണാം? ഒരു പറമ്പിൽ ഫുള്ള് ലോൺ വെച്ച പോലെ നമുക്ക് ഈ സീലിയനെ കാണാൻ പറ്റും. മനസ്സിലായോ? അപ്പൊ അവിടെ അതിന്റെ ട്രാൻസ്പോർട്ടേഷൻ ഹെൽപ്പ് ചെയ്യലാണ് മെയിൻ ഡ്യൂട്ടി വരുന്നത്. അപ്പൊ നോക്കിയേ, നെഫ്രോൺസ് ഓഫ് കിഡ്നിയിലും കാണുന്നുണ്ട്, പിന്നെ എവിടെ കാണാൻ? ഡക്ട് ഓഫ് ഗ്ലാൻസിലും കാണുന്നുണ്ട്. നമ്മൾ ഇനി അടുത്തായിട്ട് പഠിക്കാൻ പോകുന്നത് കോളംനാർ സെൽസിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. നമ്മൾ പറഞ്ഞു ലോങ് ആണ്, സെന്റർ ആണ്, ന്യൂക്ലിയസ് എവിടെയാണ് കാണുന്നത്? ബേസിലാണ് കാണുന്നത്. അബ്സോർപ്ഷൻ സെക്രീഷൻ ആണ് നമ്മുടെ അതിന്റെ മെയിൻ ഡ്യൂട്ടി വരുന്നത്. ഇതിലും നമുക്ക് അതിനെ കുറിച്ച് പഠിക്കാനുണ്ട്. ശരിയാണ്. ഇത് നമുക്ക് ഈ കോളംനാർ ഞാനൊന്ന് മാറ്റിയാണ് കേട്ടോ. ഇതിൽ നമുക്ക് 3 ടൈപ്പ് കോളംനാർ സെൽസിനെ കുറിച്ച് പഠിക്കാനുണ്ട്. 3 ടൈപ്പ് കോളംനാർ സെൽസ് ഉണ്ട്. സീലിയേറ്റഡ് ഉണ്ട്, സീലിയേറ്റഡ് കോളംനാർ ഉണ്ട്, ബ്രഷ് ബോർഡേഡ് കോളംനാർ ഉണ്ട്, അതുപോലെ തന്നെ ഗ്ലാൻഡുലാർ ഉണ്ട്. അതെ, ഗ്ലാൻഡുലാർ. അതുപോലെ സീലിയേറ്റഡ് കോളംനാർ ഉണ്ട്, ബ്രഷ് ബോർഡേഡ് കോളംനാർ ഉണ്ട്, അതുപോലെ തന്നെ നമുക്ക് ഗ്ലാൻഡുലാർ എന്ന് പറയുന്ന ഈ 3 ടൈപ്പ് കോളംനാർ ആണ് പ്രധാനമായിട്ട് കാണപ്പെടുന്നത് കേട്ടോ. സീലിയേറ്റഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇങ്ങനെ ലോങ് ആയിട്ട് സ്ലെൻഡർ ആയിട്ടുള്ള സെൽസ് ആയിരിക്കും. അത് ബേസ്മെന്റ് മെംബ്രെയിനും ആയിരിക്കും ഇരിക്കുന്നുണ്ടായിരിക്കാം. ഒപ്പം തന്നെ എന്ത് പ്രസന്റ് ആയിരിക്കും? അതിന്റെ മേലെ സീലിയ പ്രസന്റ് ആയിരിക്കും. ഇത് പ്രധാനമായിട്ട് കാണുന്നത് നമ്മുടെ ഫെല്ലോപ്പിയൻ ട്യൂബ് കേട്ടോ.
ഫെലോപ്പിയൻ ട്യൂബ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പയ്യെ ഇത് മാറ്റിയാണ് കേട്ടോ. ഇത് മാറ്റിയാണ്, നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. ജസ്റ്റ് വരയ്ക്കാനാവില്ല കേട്ടോ. നമ്മൾ ഇങ്ങനെ നമ്മുടെ ഫീമെയിൽ റീപ്രൊഡക്ഷൻ സിസ്റ്റം പഠിച്ചിട്ടുള്ളവർക്ക് മനസ്സിലാവും. നമ്മൾ ഇങ്ങനെയാണ് ഫീമെയിൽ റീപ്രൊഡക്ഷൻ സിസ്റ്റം വരയ്ക്കുക. ഇങ്ങനെയാണ് വരയ്ക്കുക. അതില് ഇവിടെയാണ് എന്തുണ്ടായിരിക്കുക, ഓവർ ഉണ്ടായിരിക്കുക, ഓരെണ്ണം ഉണ്ടായിരിക്കും. ഈ ഓവറിൽ നിന്നിട്ടും ഓവം വരുന്നത് ഈ ഫെലോപ്പിയൻ ട്യൂബ് വഴിയായിരിക്കും. ഓക്കെ ആയോ? ഓവം വന്നിട്ട് ഇവിടെ ഫെർട്ടിലൈസേഷൻ നടക്കും. അപ്പൊ ഈ ഓവത്തിനും അതുപോലെ തന്നെ ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞ ഈ സൈഗോട്ടിനും ഇവിടേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യുക എന്ന് പറയുന്ന ഡ്യൂട്ടിയാണ് ആർക്കുള്ളത്, ഇവിടെ കോളംനാർ ആയിട്ടുള്ള സെൽസിനുള്ളത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയുള്ള ബ്രിക്ക് സെൽസ് ഒക്കെ ആരായിരിക്കും, സീലിയേറ്റഡ് കോളംനാർ സെൽസ് ആയിരിക്കും. സീൽ ഇൻ ഫെലോപ്പിയൻ ട്യൂബ് ഓഫ് ഫീമെയിൽ റീപ്രൊഡക്ഷൻ സിസ്റ്റം. അടുത്താണ് നെഫ്രോൺസ്. നമ്മൾ നെഫ്രോൺസിന്റെ സ്ട്രക്ചർ വരച്ചതല്ലേ, ഓർക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു കേട്ടോ. നെഫ്രോൺസിന്റെ സ്ട്രക്ചർ വരച്ച് ഓർക്കുന്നില്ലേ? ഇങ്ങനെ ഒരു സ്ട്രക്ചർ, ബൊമൈൻസ് ക്യാപ്സ്യൂൾ ഉണ്ട്, അകത്ത് ഗ്ലോമറുലസ് ഉണ്ട്, PCT വരുന്നുണ്ട്, ഹാലിസ് ലൂപ്പ് ഉണ്ട്, അതുപോലെ തന്നെ DCT നമ്മൾ പഠിച്ചതാണ്, ഓർക്കുന്നത് വിചാരിക്കുന്നു കേട്ടോ. ഇതാണ് സംഭവം. ഇതില് PCT കേട്ടോ. ഇതിന്റെ നമ്മൾ ഈ ഭാഗത്തിനാണ് PCT എന്ന് പറയാം. PCT ടെൻഷൻ ആവണ്ട, നമ്മൾ എക്സ്ക്രീഷൻ വരുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. +1 തന്നെ എക്സ്ക്രീഷൻ നമ്മുടെ ഹ്യൂമൻ ഫിസിയോളജിയിൽ രസകരമായ ചാപ്റ്റർ എക്സ്ക്രീഷൻ നമുക്ക് അപ്പൊ നോക്കാം. അപ്പൊ ഈ PCTയിലും എന്താണ് കാണുന്നത്, ഇങ്ങനത്തെ സീലിയേറ്റഡ് ആയിട്ടുള്ള കോളംനാർ എപ്പിത്തീലിയം കാണുന്നുണ്ട് കേട്ടോ. ബ്രഷ് ബോർഡർ അപ്പിയറൻസ് ഒക്കെ കാണും. അടുത്താണ് ബ്രഷ് ബോർഡഡ് എപ്പിത്തീലിയം. ബ്രഷ് ബോർഡഡ് എപ്പിത്തീലിയം എന്ന് വെച്ച് കഴിഞ്ഞാല് ചില നമ്മൾ ഇതുപോലത്തെ ഇതിന്റെ പുറത്ത് ഇങ്ങനെ കുറെ ഹമ്പടിച്ച പോലെ സംഭവം കാണാൻ പറ്റും. ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻ എന്ന് പറയാം. ഞാൻ ഇവിടെ ഡിക്ലെയർ വരയ്ക്കാം. ഇതാണ് ഒരു സെല്ലെങ്കിൽ, ഇതാണ് നമ്മുടെ ക്യൂബോയിഡൽ ആയിട്ടുള്ള ബേസൽ ന്യൂക്ലിയസ് സെല്ലെങ്കിൽ നമുക്ക് എങ്ങനെ കാണാൻ പറ്റും, ഇങ്ങനെ കാണാൻ പറ്റും. നമുക്കറിയാം ഇവരുടെ മെയിൻ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ അബ്സോർപ്ഷൻ സെക്രീഷൻ തന്നെയാണ് അല്ലെ. അപ്പോ ഇത് പ്രധാനമായിട്ട് കാണുന്നത് നമ്മുടെ സ്റ്റൊമക്കിൽ കാണുന്നുണ്ട്, അതുപോലെ ഇൻഡസ്റ്റൈനിൽ കാണുന്നുണ്ട്. മെയിൻ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ സർഫസ് ഏരിയ കൂട്ടാം. നിങ്ങൾ ഇതിപ്പോ ആലോചിച്ച് നോക്കിയേ, ഇപ്പോ സിമ്പിൾ ആയിട്ട് ഇങ്ങനെ ഒരു സെല്ല് മാത്രമേ ഉള്ളൂ എങ്കിൽ ഇതിലൂടെ മാത്രല്ലേ വലിച്ചെടുക്കാൻ പറ്റുള്ളൂ. ന്യൂട്രിയൻസിനൊക്കെ നമുക്ക് ഇതിലൂടെ മാത്രമാണ് ഇങ്ങോട്ട് വലിച്ചെടുക്കാൻ പറ്റുള്ളൂ അല്ലെ. പക്ഷെ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഇങ്ങനത്തെ നിറച്ച് ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻ ഉണ്ട് എങ്കിൽ ഇതിലൂടെ വലിച്ചെടുക്കാം, കംപ്ലീറ്റ് ഇതിലൂടെ ഇങ്ങനെയൊക്കെ വലിച്ചെടുക്കാം അല്ലെ. അത്രയധികം സർഫസ് ഏരിയ എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും. അത്രയധികം എന്ത് ചെയ്യും, സർഫസ് ഏരിയ ഇൻക്രീസ് ചെയ്യും. മനസ്സിലായോ? അതാണ് സംഭവം. ഇതിനെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് എന്ന് പറയുന്നത് ഈ ഫിംഗർ ലൈക്ക് പ്രൊട്ടക്ഷൻ ആണ്. ഇത് എവിടെയാ കാണണേ, നമ്മുടെ സ്റ്റൊമക്കിൽ കാണുന്നുണ്ട്. സ്റ്റൊമക്കിൽ കാണുന്നത് പോലെ ഇൻഡസ്റ്റൈൻ, നമ്മുടെ വില്ലൈൻ എന്നൊക്കെ പറയും അല്ലെ. എന്താണ് ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻ സീൻ അറ്റ് ദ സ്റ്റൊമക്ക് ആൻഡ് ഇൻഡസ്റ്റൈൻ. അടുത്താണ് ഗോബ്ലെറ്റ് സെൽസ് ആണ്. നമ്മള് സെക്രീറ്ററി അല്ലെങ്കിൽ ഗ്ലാൻഡുലാർ കോളംനാർ, സിമ്പിൾ ഗ്ലാൻഡുലാർ കോളംനാർ സെൽസ് എന്ന് പറയും അല്ലെ. ഇത് സിമ്പിൾ ബ്രഷ് ബോർഡേഡ് കോളംനാർ എപ്പിത്തീലിയം. അടുത്തതാണ് സിമ്പിൾ ഗ്ലാൻഡുലാർ കോളംനാർ എപ്പിത്തീലിയം എന്ന് പറയും. അതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് ഇതാണ് ഒരു സെൽ എന്ന് വിചാരിച്ചു. അതിന് ഇങ്ങനെ ഒരു ഭാഗം ഉണ്ടായിരിക്കും. മനസ്സിലായോ? എന്ന് വെച്ചാൽ ഗോബ്ലെറ്റ് സെൽസ് എന്നാണ് ഇതിന് പറയാം. ഗോബ്ലെറ്റ് സെൽസ്. ഈ ഗോബ്ലെറ്റ് എന്ന് പറയുന്ന വാക്ക് ഒറിജിനേറ്റ് ചെയ്തത് കാസ, ഈ ക്രിസ്ത്യൻ വിഭാഗത്തിലുള്ള നമ്മുടെ വിശുദ്ധ കുർബാന എന്ന് പറയുന്ന ഒരു പ്രക്രിയ അവർക്കുണ്ട് അല്ലെ, ഒരു പ്രോസസ്, ഒരു ആചാരമുണ്ട്. അതിൽ അവർ ഉയർത്തുന്ന ഒരു കാസയുണ്ട്, അല്ലെങ്കിൽ വൈൻ ഗ്ലാസ് ഉണ്ടല്ലോ. വൈൻ ഗ്ലാസ് എങ്ങനെ ഇരിക്കാം, ഇങ്ങനെ ഇരിക്കുന്ന വൈൻ ഗ്ലാസ് ഉണ്ടല്ലോ, ഫണൽ ഷേപ്പ്. ഇങ്ങനെയുള്ള വൈൻ ഗ്ലാസ്, ഫണൽ ഷേപ്പ്, ഇങ്ങനത്തെ വൈൻ ഗ്ലാസിന്റെ ഷേപ്പ്, ഇതിനാണ് ഗോബ്ലെറ്റ് എന്ന് പറയാം കേട്ടോ. ആ ഗോബ്ലെറ്റിന്റെ ഷേപ്പുള്ള സെൽസ് ആയതുകൊണ്ടാണ് ഇതിനെന്ത് ഫംഗ്ഷൻ വന്നത്, ഗ്ലാൻഡ്, നമ്മുടെ ഗോബ്ലെറ്റ് സെൽസ് എന്ന് പേര് വന്നത്. എന്ന് പറഞ്ഞ പേര് ഗോബ്ലെറ്റ് സെൽസ്. ഗോബ്ലെറ്റ് സെൽസ്. ഇതിന്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മ്യൂക്കസ് സെക്രീഷൻ ആണ് കേട്ടോ. മ്യൂക്കസ് സെക്രീഷൻ മെയിൻ ഫംഗ്ഷൻ മ്യൂക്കസ് സെക്രീഷൻ ആണ്. ഗോബ്ലെറ്റ് സെൽസ് ആണ്. അത് ആരാണ്, സിമ്പിൾ ആണ്, ഗ്ലാൻഡുലാർ
ഗ്ലാൻഡുലാർ ആണ്, ക്യൂബോയിഡൽ ആണ്, സോറി കോളംനാർ. സിമ്പിൾ ഗ്ലാൻഡുലാർ കോളംനാർ എപ്പിത്തീലിയം ആണ് കേട്ടോ. മെയിൻ ഫംഗ്ഷൻ മ്യൂക്കസിനെ സെക്രീറ്റ് ചെയ്യാം. മ്യൂക്കസ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ ജെല്ലി ലൈക്ക് ആയിട്ടുള്ള ഒരു ഫ്ലൂയിഡ് ആണ്. എവിടെ കാണാം, നമ്മുടെ മ്യൂക്കസ് എവിടെ കാണും, ട്രക്കിയയിൽ കാണും, നമ്മുടെ ഇൻറ്റസ്റ്റൈനിൽ കാണും, നമ്മുടെ നോസിൽ കാണും, എല്ലാവരുടെയും കാണുന്ന ഒരു ഫ്ലൂയിഡ് ആണ് അല്ലേ. അപ്പൊ അതാണ് അതിന്റെ ഒരു ഫംഗ്ഷൻ വരുന്നത് കേട്ടോ, മനസ്സിലാക്കുക. അപ്പൊ ക്യൂബോയിഡിൽ കഴിഞ്ഞു, കോളംനാർ കഴിഞ്ഞു. നമുക്ക് വേണ്ടി ഡിസ്കസ് ചെയ്യാനുണ്ടോ? ഒറ്റ സെക്കൻഡ്. ഇല്ല, നമുക്കിനി അതിനെ കുറിച്ച് നമുക്ക് അധികം ഡിസ്കസ് ചെയ്യാനില്ല. കഴിഞ്ഞു. നമുക്ക് അതാണ് നമുക്ക് എപ്പിത്തീലിയത്തിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാനുള്ളത്. എന്താണ് എപ്പിത്തീലിയം എന്ന് പഠിച്ചു, എവിടെയാണ് എപ്പിത്തീലിയൽ സെൽസ് കാണുക എന്ന് പഠിച്ചു, എന്താണ് അതിന്റെ ഫംഗ്ഷൻ എന്ന് പഠിച്ചു, അതിന് പല ടൈപ്പ് ഉണ്ട്, സീലിയേറ്റഡ് ഉണ്ട്, കോളംനാർ ഉണ്ട്, സീലിയേറ്റഡ് ഉണ്ട്, ബ്രഷ് ബോർഡേഡ് ഉണ്ട്, ഗ്ലാൻഡുലാർ ഉണ്ട്, അങ്ങനത്തെ കാര്യങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. അത്രയാണ് നമുക്ക് ഇതിനെ കുറിച്ച് പഠിക്കാനുള്ളത് കേട്ടോ. നമുക്ക് നമുക്കിനി കോമ്പൗണ്ട് എപ്പിത്തീലിയത്തില് അധികം നമുക്ക് ഡെപ്തിലേക്ക് പഠിക്കാനില്ല. ടെക്സ്റ്റിൽ കോമ്പൗണ്ട് എപ്പിത്തീലിയം ജസ്റ്റ് പറഞ്ഞു, സ്ട്രാറ്റിഫൈഡ് എപ്പിത്തീലിയം എന്ന് പറയുന്നുണ്ട്. ഒന്നിൽ കൂടുതൽ ലെയേഴ്സ് കാണുന്നതിനെയാണ് നമ്മൾ കോമ്പൗണ്ട് എപ്പിത്തീലിയം എന്ന് പറയുന്നത് മാത്രമേ പഠിക്കാവുള്ളൂ. പക്ഷെ നമ്മൾ അതിലത്തെ സ്ക്വാമസ് എപ്പിത്തീലിയം ഒന്ന് പഠിക്കണം. അതായത് നമ്മൾക്കറിയാം കോമ്പൗണ്ട് എപ്പിത്തീലിയം ആണെങ്കിൽ അതിന് വീണ്ടും 3 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം, നമുക്ക് അതിന് ഡീപ്പിൽ പഠിക്കാനില്ലെങ്കിലും ഒന്ന് ഓർത്ത് വെക്കാം കേട്ടോ. എന്നിട്ട് സ്ക്വാമസ് ഉണ്ട്, സ്ക്വാമസ് എപ്പിത്തീലിയം ഉണ്ട്, അതുപോലെ തന്നെ എന്തുണ്ട്, ക്യൂബോയിഡൽ, അതുപോലെ തന്നെ എന്തുണ്ട്, കോളംനാർ. നമുക്ക് സ്ക്വാമസില് വീണ്ടും 2 ആക്കി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. കോമ്പൗണ്ടിന്റെ കാര്യമാണോ, കോമ്പൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താ, മോർ ദാൻ 1 ലെയർ ഓഫ് സെൽസ് ആർ ഫൗണ്ട്. ഒന്നിൽ കൂടുതൽ ലെയർ ഇങ്ങനെ കാണുകയാണെങ്കിൽ നമ്മൾ എന്ന് പറയാം കോമ്പൗണ്ട് എന്ന് പറയും. അതിന് വീണ്ടും കെരാറ്റിനൈസ്ഡ് ഉണ്ട്, നോൺ കെരാറ്റിനൈസ്ഡ് ഉണ്ട്. കെരാറ്റിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രോട്ടീൻ ആണ്. അത് മെയിൻ ആയിട്ട് നമുക്ക് തരുന്നത് ഒരു പ്രൊട്ടക്ഷൻ ആണ് നേടിയിട്ട് തരാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്ലാറ്റ് സെയിം പരിപാടി തന്നെയാണ് വരുന്നത്. ഫ്ലാറ്റ് ആയിരിക്കും, നമ്മൾ എന്തൊക്കെയാ വരുന്നത്, ഫ്ലാറ്റ് ആയിരിക്കും, സെന്ററിലായിരിക്കും അതിന്റെ ന്യൂക്ലിയസ്. ഫ്ലാറ്റ് സെൽസ് ആണ്, സെന്ററിലാണ് ന്യൂക്ലിയസ് കാണുന്നത്. അതിലൊന്നും ഒരു മാറ്റവും ഇല്ല. ഒരേ ഒരു മാറ്റം എന്ന് പറയുന്നത് എന്താണ്, ചില സെൽസില് ഇങ്ങനെ മൾട്ടി ലെയർഡ് ആയിരിക്കും. അതിന്റെ അപ്പർ ലെയറിൽ ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരുപാട് സെൽസ് ഇങ്ങനെ അറേഞ്ച് ചെയ്തെന്ന് വിചാരിക്കാം. ഇങ്ങനെയുണ്ട് അല്ലെ. സെന്ററിൽ എന്തുണ്ടായിരിക്കും, സെന്ററിൽ ഇതിന്റെ ഒക്കെ ന്യൂക്ലിയസും പ്രസന്റ് ആയിരിക്കും. ഇതിന്റെ അപ്പർ ലെയറിൽ കെരാറ്റിൻ എന്ന് പറയുന്ന പ്രോട്ടീൻ പ്രസന്റ് ആണ് എങ്കിൽ അതിന് നമ്മൾ എന്ത് വിളിക്കും, കെരാറ്റിനൈസ് എന്ന് വിളിക്കും. മെയിൻ ആയിട്ട് ഫ്രിക്ഷൻ ഉള്ള സ്ഥലങ്ങളിലാണ് ഈ കെരാറ്റിൻ എന്ന പ്രോട്ടീൻ കൊടുക്കുക. അത് ഉണ്ടാക്കിയ ആളും മനഃപൂർവ്വം കൊടുത്തിരിക്കുന്ന. പ്രധാനമായിട്ട് കാണാം പാമിൽ കാണും. ഇവിടെയൊക്കെ കുറച്ച് ഇവിടേക്കാളും കുറച്ച് റഫ് ആയിട്ടുള്ള പ്രതലല്ലേ ഇത്, ഇവിടെ അല്ലേ. അപ്പൊ അതിന്റെ സോള് കാലിന്റെ അടിയിൽ ഈ 2 സ്ഥലത്താണ് പ്രധാനമായിട്ടും കെരാറ്റിനൈസ്ഡ് കാണാം കേട്ടോ. കെരാറ്റിൻ സ്ട്രാറ്റം നിങ്ങൾക്ക് പഠിക്കാനില്ല, അത് കെരാറ്റിനൈസ്ഡ് ആണ് കേട്ടോ. മെയിൻ എവിടെ കാണാം, പാമിൽ കാണും, സോളിൽ കാണും. ഈ 2 സ്ഥലത്താണ് പ്രധാനമായിട്ട് കാണാം. നോൺ കെരാറ്റിനൈസ്ഡ് എന്ന് പറഞ്ഞാൽ കെരാറ്റിൻ പ്രസന്റ് ആയിരിക്കില്ല, പക്ഷെ അതും നമ്മുടെ എന്താ ഭയങ്കര പ്രൊട്ടക്ഷൻ തന്നെയാണ് ഡ്യൂട്ടി വരുന്നത്. നോൺ കെരാറ്റിനൈസ്ഡ് കാണാം വെജൈന, വെജൈനൽ പാർട്ടിൽ കാണുന്നുണ്ട്, ആനൽ പാർട്ടിൽ കാണുന്നുണ്ട്, സെർവിക്സ്, അതൊക്കെ റീപ്രൊഡക്റ്റീവ് പാർട്ടുകളിലും എലിമെന്ററി കനാലിന്റെ എൻഡിലൊക്കെ കാണുന്നതാണ്. നമുക്ക് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നത് ഇത് മാത്രമാണ് മനസ്സിലാക്കിയിരിക്കാം. കെരാറ്റിനൈസ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മുടെ കോമ്പൗണ്ട് എപ്പിത്തീലിയം, ഒന്നിൽ കൂടെ ലെയർ ആയിട്ടുള്ള കോമ്പൗണ്ട് എപ്പിത്തീലിയത്തിന്റെ അപ്പർ മോസ്റ്റ് ലെയറുകളിൽ കെരാറ്റിൻ എന്ന് പറഞ്ഞൊരു പ്രോട്ടീൻ പ്രസന്റ് ആയിരിക്കും. പ്രൊട്ടക്ഷൻ ആണ്. ഈ ഫ്രിക്ഷൻ കൂടുതലുള്ള ലെയർ നടക്കുമ്പോൾ ഫ്രിക്ഷൻ നമ്മളിങ്ങനെ ഓരോന്ന് പിടിക്കുമ്പോൾ ഫ്രിക്ഷൻ കയ്യിൽ വരുമല്ലോ, അങ്ങനെ ഫ്രിക്ഷൻ കൂടുതലുള്ള ലെയറുകളിൽ കാണുന്നതാണ് ഇതെന്ന് പറയുന്നത് നമ്മുടെ കെരാറ്റിനൈസ്ഡ് കോമ്പൗണ്ട് കെരാറ്റിനൈസ്ഡ് സ്ക്വാമസ് എപ്പിത്തീലിയം എന്ന് പറയുന്നത് കേട്ടോ. മനസ്സിലാക്കിയിരിക്കാം. ഇനി നമുക്ക് അതിനെ കുറിച്ച് അധികം ഡെപ്തിൽ നോക്കാൻ, ഇനി നമുക്ക് കുറച്ച് ഗ്ലാൻഡ്സിനെ കുറിച്ച് നോക്കാനുണ്ട് കേട്ടോ. നമുക്ക് അടുത്തതായിട്ട് നോക്കാനുള്ളതാണ് ഗ്ലാൻഡുകളെ കുറിച്ച്. ഗ്ലാൻഡുകൾ നമുക്ക് പഠിക്കാനുള്ളത്
അടിസ്ഥാനത്തില് യൂണിസെല്ലുലാറും ഉണ്ട് മൾട്ടി സെല്ലുലാറും ഉണ്ട് കേട്ടോ. കുറെ ക്ലാസിഫിക്കേഷൻ വരുന്നുണ്ട്. നമ്പർ ഓഫ് സെൽസ് അതിന്റെ അടിസ്ഥാനത്തില് യൂണിസെല്ലുലാറും ഉണ്ട്, എന്തുണ്ട്, മൾട്ടി സെല്ലുലാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരൊറ്റ സെല്ല് സെക്രീറ്റ് ആണെങ്കിൽ ഒരൊറ്റ സെല്ല് എന്ത് സെക്രീറ്റ് ചെയ്യാണ്, കംപ്ലീറ്റ് ആയിട്ട് അതിന്റെ സെക്രീഷൻസ് ഒരൊറ്റ സെല്ലിൽ നിന്നും വരുവാണെങ്കിൽ അത് നമ്മൾ യൂണിസെല്ലുലാർ എന്ന് പറയും. യൂണിസെല്ലുലാർ സെക്രീറ്റിംഗ് ഒരു സെല്ലുണ്ട്, നമുക്കറിയാം, നമ്മൾ പഠിച്ചതാണ്. ഗോബ്ലെറ്റ് സെൽസ് ആണ് കേട്ടോ, നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നല്ലോ. ഗോബ്ലെറ്റ് ക്യൂബോയിഡൽ സെൽസിന്റെ കേസിൽ, കോളംനാർ സെൽസിന്റെ കേസിൽ ലോങ് സ്ലെൻഡർ ആയിട്ട് ബേസിൽ ന്യൂക്ലിയസ് ആണ് സെല്ലാണ്. അതിൽ ഗോബ്ലെറ്റിന്റെ ഷേപ്പില് ഒരു സ്ട്രക്ചർ ഉണ്ട്. ഇത് സെക്രീറ്റ് ചെയ്യും നമ്മുടെ മ്യൂക്കസ് സെക്രീറ്റ് ചെയ്യും. അതുകൊണ്ട് നമ്മൾ ഇതിനെ എന്ത് വിളിച്ചു, ഗോബ്ലെറ്റ് സെൽസ് എന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് അറിയാവുന്ന കാര്യമാണ് അല്ലെ. ഇതാണ് ഗോബ്ലെറ്റ്. അതെന്താണ് യൂണിസെല്ലുലാർ? കാരണം എന്താ, ഇതൊരൊറ്റ സെല്ലാണ്, ഒരൊറ്റ സെല്ലിൽ നിന്ന് സെക്രീഷൻ വരികയാണ് കേട്ടോ. അത് നമ്മൾ എന്ന് പറയും യൂണിസെല്ലുലാർ ഗ്ലാൻഡ് എന്ന് പറയും. യൂണിസെല്ലുലാർ സെക്രീഷൻ നമ്മൾ ഇതിനെ കുറിച്ച് പഠിക്കണേ. നമ്മളിവിടെ പഠിക്കുന്നത് ഗ്ലാൻഡുകളെ കുറിച്ചാണ് കേട്ടോ, ഗ്ലാൻഡുകളെ കുറിച്ചാണ് പഠിക്കുന്നത്. എക്സാമ്പിൾ എന്താണ്, ഗോബ്ലെറ്റ് സെൽസ്. അതാണ് മൾട്ടി സെല്ലുലാർ. എല്ലാം ഓൾമോസ്റ്റ് മൾട്ടി സെല്ലുലാർ ആണ്. സലൈവറി ആയാലും ശരി, അല്ലെങ്കിൽ നമ്മുടെ ലിവർ ആയാലും ശരി, അല്ലെങ്കിൽ തൈറോയിഡ്, പാരാതൈറോയിഡ്, തൈമസ്, ഏത് അഡ്രീനലോ എന്ത് ഗ്ലാൻഡ് എടുത്തോ അതൊക്കെ എന്താണ്, മൾട്ടി സെല്ലുലാർ ആണ്. സലൈവറി ഗ്ലാൻഡ് എടുത്തോ, ലിവർ എടുത്തോ, പാൻക്രിയാസ് എടുത്തോ, അല്ലെങ്കിൽ തൈറോയിഡ്, പാരാതൈറോയിഡ്, തൈമസ്, എല്ലാ ഗ്ലാൻഡുകളും മൾട്ടി സെല്ലുലാർ. അങ്ങനെ അർത്ഥം ഒരൊറ്റ സെല്ലിൽ നിന്നിട്ടല്ല, ഒരു സെല്ലല്ല, എല്ലാ സെല്ലും കൂടി ഒരുമിച്ച് ഒരു ഫംഗ്ഷൻ ചെയ്യാം. ഓക്കെ ആയോ? അപ്പൊ അതിന് പറഞ്ഞ പേരെന്തെന്ന് പറയുന്നത് മൾട്ടി സെല്ലുലാർ എന്ന് പറയുന്നത് കേട്ടോ, മൾട്ടി സെല്ലുലാർ ഗ്ലാൻഡുകൾ. പിന്നെ നമുക്ക് പഠിക്കാനുള്ളത് ടൈപ്പ് ഓഫ് സെക്രീഷൻ ഉണ്ട്. നമുക്ക് 3 ടൈപ്പ് ഓഫ് സെക്രീഷൻ ഉണ്ട്. സീറസ് ഉണ്ട്, മാക്കസ് ഉണ്ട്, സെബേഷ്യസ് ഉണ്ട്. സീറസ് ഉണ്ട്, മാക്കസ്, സെബേഷ്യസ്. നമുക്ക് ടൈപ്പ് ഓഫ് സെക്രീഷൻ, ടൈപ്സ് ഓഫ് സെക്രീഷൻ. സീറസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സലൈവ, തുപ്പൽ എന്ന് പറഞ്ഞ സലൈവ കേട്ടോ. സലൈവ എന്താണ് അതിന്റെ പ്രത്യേകത? എന്താ, വാട്ടറി ഫ്ലൂയിഡ് ആണ്, പക്ഷെ പ്രോട്ടീൻ കണ്ടന്റ് ഉണ്ട് അതിൽ അല്ലേ. വാട്ടറി വിത്ത് പ്രോട്ടീൻ കണ്ടന്റ്. പ്രോട്ടീൻ കണ്ടന്റ് പ്രസന്റ് ആയിരിക്കും, പക്ഷെ അത് വാട്ടറി ഫ്ലൂയിഡ് ആണ് പ്രധാനമായിട്ടും. അതാണ് എന്ന് പറയുന്നത് നമ്മുടെ സലൈവറി ഗ്ലാൻഡ്സ് എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾ എന്താണ്, നമ്മുടെ സീറസ് എന്ന് പറയുന്നതാണ് സീറസ് ഗ്ലാൻഡ്. മാക്കസ് ഗ്ലാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് മ്യൂക്കസ്. പറയാനില്ല, മ്യൂക്കസ് എന്ന് പറഞ്ഞാൽ വഴുവഴുപ്പുള്ളതാണ്. ഗോബ്ലെറ്റ് സെൽസ് ആണ് അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അടുത്താണ് സെബേഷ്യസ് ഗ്ലാൻഡ്. സെബേഷ്യസ് ഗ്ലാൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഓയിൽ ഗ്ലാൻഡ്സ് ആണ് കേട്ടോ. ഓയിൽ ആയി ലിപ്പിഡ് ഫാറ്റ് കണ്ടന്റ് ആയിരിക്കും. അപ്പൊ നമുക്ക് ടൈപ്പ് ഓഫ് സെക്രീഷൻ 3 ടൈപ്പ് ഉണ്ട്. സിറസ് ഉണ്ട്, മാക്രോസ് ഉണ്ട്, സെബേഷ്യസ് ഉണ്ട്. സിറസ് എന്ന് പറഞ്ഞാൽ സലൈവയാണ്, വാട്ടറി ആയിരിക്കും മെയിൻ ആയിട്ട്. മാക്കസ് പറഞ്ഞാലോ ഗോബ്ലെറ്റ് ആണ്, മ്യൂക്കസ് കണ്ടന്റ് കൂടുതലായിരിക്കും. അതാണ് സെബേഷ്യസ് ഗ്ലാൻഡ് എന്ന് പറയുന്നത്. ഓയിൽ ഗ്ലാൻഡ്സ് ആണ് കേട്ടോ. ഓയിൽ ഗ്ലാൻഡ്സ് എന്ന് പറഞ്ഞായിരിക്കും ഓയിൽ, നമ്മുടെ മുഖത്തൊക്കെ പൊട്ടലൊക്കെ ഇല്ല, നമ്മുടെ ഓയിൽ ഗ്ലാൻഡ്സ് കൂടി കഴിഞ്ഞാൽ നമ്മുടെ മുഖക്കുരു വരിക, മുഖം ഓയിലി ആണെന്നൊക്കെ പറയുമല്ലോ. അത് ഓയിൽ ഗ്ലാൻഡ്സ് കൂടുതലുള്ളത് കൊണ്ടാണ്. നമ്മുടെ ഇവിടെ എപ്പിത്തീലിയൽ ടിഷ്യൂ കേട്ടോ. നമ്മൾ ഇതിനെ കുറിച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് ടൈപ്പ് ഓഫ് സെക്രീഷനെ കുറിച്ച് കഴിഞ്ഞു, നമ്പർ ഓഫ് സെൽസിനെ കുറിച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് കുറച്ചും കൂടി നമുക്ക് പഠിക്കാനുള്ളത്, നമുക്ക് ഇതിനെ കുറിച്ച് പഠിക്കാനുള്ള മോഡ് ഓഫ് സെക്രീഷൻ. മോഡ് ഓഫ് സെക്രീഷനിൽ 3 എണ്ണം ഉണ്ട്. മോഡ് ഓഫ് സെക്രീഷൻ, ഹോളോക്രൈൻ ഉണ്ട്, മീസോക്രൈൻ ഉണ്ട്, എപ്പോക്രൈൻ. 3 ടൈപ്പ് സെക്രീഷനെ കുറിച്ച് നമുക്ക് പഠിക്കാനുണ്ട്. ഹോളോക്രൈൻ ഉണ്ട്, മീറോക്രൈൻ ഉണ്ട്, അതുപോലെ തന്നെ എപ്പോക്രൈൻ ഉണ്ട് കേട്ടോ. ഹോളോക്രൈൻ ഉണ്ട്, മീറോക്രൈൻ ഉണ്ട്, എപ്പോക്രൈൻ ഉണ്ട്. ഹോളോക്രൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതൊരു ഗ്ലാൻഡ് ആണെന്ന് വിചാരിക്കാം. ഈ ഗ്ലാൻഡിൽ നിന്നിട്ടും എൻസൈംസോ എന്തോ ആയിക്കോട്ടെ, അത് സെക്രീറ്റ് ചെയ്യപ്പെടുന്നത് ഇതിന്റെ റപ്ചർ വഴിയാണ്. റപ്ചർ ഫുള്ളായിട്ടും ഇതങ്ങോട്ട് പൊട്ടിത്തെറിക്കുന്ന പോലെ, ഈ ഒരു വെസിക്കിൾ പോലെ ഫോം ചെയ്തിട്ട് ആ ഗ്ലാൻഡ് കംപ്ലീറ്റ് പൊട്ടി നശിച്ചു.
ആ ഗ്ലാൻഡ് പിന്നെ യൂസ് ചെയ്യാൻ പറ്റില്ല. റപ്ചർ ഫുള്ളി ആ ഗ്ലാൻഡ് റപ്ചർ ചെയ്തിട്ടാണ് ഫോം ചെയ്യുന്നത് എങ്കിൽ അതെന്ന് പറയും ഹോളോക്രൈൻ ഗ്ലാൻഡ് എന്ന് പറയും. അടുത്താണ് മീറോക്രൈൻ ഗ്ലാൻഡ്. ഹോളോക്രൈൻ ഗ്ലാൻഡിന് ഒരു എക്സാമ്പിൾ ആണ് ഓയിൽ ഗ്ലാൻഡ്സ് കേട്ടോ. ഓയിൽ ഗ്ലാൻഡ്സ് എക്സാമ്പിൾ ആണ് ഓയിൽ ഗ്ലാൻഡ്സ്. ഓയിൽ ഗ്ലാൻഡ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, നമ്മുടെ ഇങ്ങനെ ഇവിടെ വരുന്ന ഗ്ലാൻഡ്സ് വൈറ്റ് കളർ വൈറ്റിഷ് കളർ പ്യൂബിക്സ് നമ്മുടെ പ്യൂബേർട്ടിൽ കടന്നു പോകുമ്പോൾ വരുന്ന ഗ്ലാൻഡ്സ് ആണ്. നമ്മൾ ഫുള്ളായിട്ട് അത് റപ്ചർ ചെയ്ത് പോവുക ചെയ്യുക അല്ലെ. അപ്പൊ അതിന് പറഞ്ഞ പേരെന്താണ് നമ്മുടെ ഹോളോക്രൈൻ. അടുത്താണ് മീസോക്രൈൻ ഗ്ലാൻഡ്. മീസോക്രൈൻ ഗ്ലാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫ്യൂഷൻ വഴിയാണ് സംഭവിക്കുക. ഡിഫ്യൂഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് ഇങ്ങനെ സെക്രീഷൻസ് ഫോം ചെയ്യും. അതിനുശേഷം ഹയർ കോൺസെൻട്രേഷനിൽ ലോവർ കോൺസെൻട്രേഷനിലേക്ക് സെക്രീഷൻ പോകും. മനസ്സിലായോ? അങ്ങനെ പോകുന്നതിന് പറഞ്ഞ അങ്ങനത്തെ ഗ്ലാൻഡുകൾ പറഞ്ഞ പേരെന്താണ്? മീറോക്രൈൻ ഗ്ലാൻഡ് എന്നാണ് അങ്ങനത്തെ ഗ്ലാൻഡുകൾ നമ്മൾ പറയാം. എന്താ പറയാ? മീറോക്രൈൻ ഗ്ലാൻഡ്സ് എന്നാണ് അതിന് പറയാം. എക്സാമ്പിൾ, അതിന്റെ എക്സാമ്പിൾ വരുന്നതാണ് സലൈവറി ഗ്ലാൻഡ്സ്. സലൈവറി ഗ്ലാൻഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫ്യൂഷൻ വഴിയാണ് ഹയർ കോൺസെൻട്രേഷനിൽ നിന്ന് ലോവർ കോൺസെൻട്രേഷനിലേക്ക് എന്താണ് ഒഴുകി വരിക. അതുപോലെ അപ്പോക്രൈൻ ഗ്ലാൻഡ്. ഈ അപ്പോക്രൈൻ ഗ്ലാൻഡ് എന്ന് പറഞ്ഞാൽ ഇവിടെ മീസോക്രൈനിന്റെ മീറോക്രൈൻ വേറെ എക്സാമ്പിൾ കൂടി കിട്ടോ. സ്വെറ്റ് ഗ്ലാൻഡ്സ് കൂടിയാണ് എക്സാമ്പിൾ ആണ്. ചില സ്വെറ്റ് ഗ്ലാൻഡ്സ്, എല്ലാ സ്വെറ്റ് ഗ്ലാൻഡ്സും അല്ല, ചില സ്വെറ്റ് ഗ്ലാൻഡ്സ് കേട്ടോ. മോസ്റ്റ് ഓഫ് ദ സ്വെറ്റ് ഗ്ലാൻഡ്സ് തന്നെ പറയേണ്ടി വരും. അപ്പോക്രൈൻ എന്ന് പറഞ്ഞാൽ എന്താണ് പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാല്, ഇത് സപ്പോസ് ഒരു ഗ്ലാൻഡ് ആണെന്ന് വിചാരിക്കാം. അതിന്റെ ടിപ്പ് ഭാഗം മാത്രം റപ്ചർ ചെയ്യും. ടിപ്പ് മാത്രം എന്ത് ചെയ്യും? റപ്ചർ ചെയ്യും. ടിപ്പ് മാത്രം റപ്ചർ ചെയ്തിട്ട് അതിന്റെ അകത്തെ ഫ്ലൂയിഡ് കംപ്ലീറ്റ് എന്ത് ചെയ്യും? പുറത്തേക്ക്. അതിന് പറയുന്ന പേരാണ് ഇതെന്ന് പറയുന്നത് അപ്പോക്രൈൻ ഗ്ലാൻഡ്. ചില സ്വെറ്റ് ഗ്ലാൻഡ്സ് അതിന്റെ എക്സാമ്പിൾ ആണ്. സം സ്വെറ്റ് ഗ്ലാൻഡ്സ്. ചില സ്വെറ്റ് ഗ്ലാൻഡ്സ് ഒരു എക്സാമ്പിൾ ആണ്. അതുപോലെ തന്നെ മാമറി ഗ്ലാൻഡ്. ചില സ്വെറ്റ് ഗ്ലാൻഡ്സും ചില മാമറി ഗ്ലാൻഡ്സും എന്താണ് അതിന് എക്സാമ്പിൾ ആണ് കേട്ടോ. എന്ന സംഭവം എന്ന് വെച്ചാല് നമ്മള് ഈ ഇവിടുത്തെ സ്വെറ്റുകളൊക്കെ നമ്മൾ ഒരു ടിഷ്യൂ കൊണ്ട് തുടക്കുകയാണെങ്കിൽ നമ്മുടെ ബോഡി ക്ലീൻ ആണെങ്കിൽ അധികം അഴുക്കൊന്നും ഇതിൽ ഉണ്ടാവില്ല. പ്യുവർ വാട്ടർ പോലെയായിരിക്കും. ഇലക്ട്രോലൈറ്റ്സ് എക്സ്ക്രീറ്റ് ചെയ്യുന്നത് ഓക്കെയാണ്, പക്ഷെ വാട്ടർ പോലെ ആയിരിക്കും. പക്ഷെ ആംപിറ്റ്സ് ഉണ്ടല്ലോ, ആംപിറ്റ്സ് ക്ലീൻ ആയിട്ടുള്ള ആംപിറ്റ്സ് ആണ് എങ്കിൽ നമ്മൾ എന്നിട്ടും നമ്മൾ ചില സമയങ്ങളിൽ ടിഷ്യൂ കൊണ്ട് തുടയ്ക്കുന്ന സമയത്ത് ആംപിറ്റ്സിൽ ഒരു യെല്ലോയിഷ് ഫ്ലൂയിഡ് വരാൻ ചാൻസ് ഉണ്ട്. യെല്ലോയിഷ് ഫ്ലൂയിഡ്. ഇനി ശ്രദ്ധിച്ചു നോക്കാം കേട്ടോ. യെല്ലോയിഷ്. അതിന് കാരണം ഈ റപ്ചർ ചെയ്ത് പോണ സമയത്ത് സൈറ്റോപ്ലാസം കൂടി കുറച്ച് പുറത്തേക്ക് പോകും. ഓക്കെ ആയോ? അതുകൊണ്ടാണ് സംഭവിക്കുന്നത്. മനസ്സിലാവും കേട്ടോ. അപ്പൊ ആംപിറ്റ്സിലും ജെനൈറ്റൽ ഏരിയയിലൊക്കെ എന്താണ് സ്വെറ്റ് ഗ്ലാൻഡ്സിന്റെ അപ്പോക്രൈൻ ഗ്ലാൻഡ്സ് ആണ് ടിപ്പ് ഫുള്ള് റപ്ചർ ചെയ്തെടുക്കും. എപ്പം ഇതൊക്കെ ഹോളോക്രൈൻ ഗ്ലാൻഡ് ഉണ്ട്, ഫുള്ളായിട്ട് റപ്ചർ ചെയ്യും. മീറോക്രൈൻ ഗ്ലാൻഡ് ഉണ്ട്, ഡിഫ്യൂഷൻ വഴി പോകും. അപ്പോക്രൈൻ ഗ്ലാൻഡ് ഉണ്ട്, ടിപ്പ് മാത്രം എന്ത് ചെയ്യും? റപ്ചർ ചെയ്യും. ഇനി നമുക്ക് പഠിക്കാനുള്ളതാണ്, നമുക്ക് 3 ടൈപ്പ് ഗ്ലാൻഡ്സിനെ കുറിച്ചും കൂടി പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഗ്ലാൻഡുകളെ കുറിച്ചുള്ള സ്റ്റഡി കഴിഞ്ഞു കേട്ടോ. നമുക്ക് അറിയാവുന്ന കാര്യമാണ്, നമുക്ക് നമ്മുടെ ബോഡിയിൽ 3 ടൈപ്പ് ഗ്ലാൻഡ്സ് ഉണ്ട്. അതാണ് എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് ഉണ്ട്, എക്സോക്രൈൻ ഗ്ലാൻഡ്സ് ഉണ്ട്, അതുപോലെ തന്നെ ഹെറ്ററോക്രൈൻ ഗ്ലാൻഡ്സ് അല്ലെങ്കിൽ കോമ്പോസിറ്റ് ഗ്ലാൻഡ്സ് പറയും. കോമ്പോസിറ്റ് ഗ്ലാൻഡ്സ്. അപ്പൊ നമുക്ക് എത്ര ടൈപ്പ് ഗ്ലാൻഡ്സിനെ കുറിച്ച് പഠിക്കാനുണ്ട്? എൻഡോക്രൈൻ ഗ്ലാൻഡ് ഉണ്ട്, ഹെറ്ററോക്രൈൻ ഗ്ലാൻഡ് ഉണ്ട്, അതുപോലെ തന്നെ ഹെറ്ററോക്രൈൻ ഗ്ലാൻഡ് ഉണ്ട്. എൻഡോക്രൈൻ ഗ്ലാൻഡ് എന്ന് പറയുകയാണെങ്കിൽ എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് സെക്രീറ്റ് ചെയ്യുന്നത് ഹോർമോൺസിനെയാണ്. ഹോർമോൺസിന് സെക്രീറ്റ് നടക്കുന്നത് പറയാ എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് എന്ന് പറയാം. എക്സോക്രൈൻ ഗ്ലാൻഡ് ആണെങ്കിൽ എൻസൈംസിനായിരിക്കും സെക്രീറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും കേട്ടോ. എൻസൈംസ്. ഹെറ്ററോക്രൈൻ ഗ്ലാൻഡ് പ്രത്യേകത ബോത്ത് എൻഡോക്രൈൻ ഉണ്ടായിരിക്കും, എക്സോക്രൈൻ സെക്രീറ്റ് ചെയ്യും. അപ്പൊ നമുക്ക് പഠിക്കാനുള്ള 3 ടൈപ്പ് ഗ്ലാൻഡ് ആണ്. എൻഡോക്രൈൻ ഗ്ലാൻഡിനെ കുറിച്ച് പഠിക്കാനുണ്ട്, എക്സോക്രൈൻ ഗ്ലാൻഡിനെ കുറിച്ച് പഠിക്കാനുണ്ട്, ഹോളോക്രൈനെ കുറിച്ച് പഠിക്കാനുണ്ട്. എൻഡോക്രൈൻ എന്ന് പറയുകയാണെങ്കിൽ സെക്രീറ്റ് ചെയ്യുന്നത് എന്തായിരിക്കും? ഹോർമോൺസിനെ ആയിരിക്കും സെക്രീറ്റ് ചെയ്യുന്നതായിരിക്കാം.
എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോൺസിനെയാണ്. എക്സോക്രൈൻ ഗ്ലാൻഡ്സ് സെക്രീറ്റ് ചെയ്യുന്നത് എന്താണ്? എൻസൈംസിനെയാണ്. സോറി, എക്സോക്രൈൻ എൻസൈംസിനെ, ഹെറ്ററോക്രൈൻ ബോത്ത് എൻഡോക്രൈൻ എക്സോക്രൈൻ. ഒരു പ്രത്യേകത കൂടി ഉണ്ട്. നമ്മുടെ ഹോർമോൺസിനെ കുറിച്ച് പഠിക്കുന്ന സമയത്ത് നമുക്കറിയാം പിറ്റ്യൂട്ടറി തൈറോയ്ഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ ഉണ്ടാക്കുന്നുണ്ട്, ഗോണാഡോട്രോപിൻ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ ഉണ്ടാക്കുന്നുണ്ട്, നമ്മുടെ ഹൈപ്പോതലാമസ് ഉണ്ടാക്കാൻ പറഞ്ഞിട്ട് പിറ്റ്യൂട്ടറി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒക്കെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മുടെ ഹോർമോൺസിന്റെ പ്രൊഡക്ഷനും ആ സെക്രീഷനൊക്കെ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെ ഹോർമോൺസ് ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡയറക്റ്റ് ബ്ലഡിലേക്ക് അയച്ചിടും. ഹോർമോൺസ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ ഡയറക്റ്റ് എന്ത് ചെയ്യും? ബ്ലഡിലേക്ക് പോറയും. ഈ ബ്ലഡിലേക്ക് ഈ ഒരു ടോപ്പ് പോലെ സംഭവിക്കും. എന്ത് ഒരു ഹോർമോൺ എന്ന് വിചാരിക്കാം. ബ്ലഡിലേക്ക് കയറിയിരിക്കുന്ന ടോപ്പാണ് ഹോർമോൺ. അപ്പൊ ബ്രെയിനിൽ നിന്നിട്ട് തൈറോയിഡിലേക്കാണ് ഹോർമോൺ വിടുന്നത്. ബ്ലഡിലേക്ക് കയറ്റി കിട്ടും. അപ്പൊ അങ്ങനെ ബ്ലഡിലൂടെ അങ്ങനെ നടന്ന് കറക്റ്റ് ഈ പാനിനടുത്ത് വരുമ്പോൾ മാത്രമാണ് ലോക്ക് ചെയ്ത് തന്നെ ഫങ്ഷൻ ചെയ്യുള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡക്റ്റ് ഉണ്ടാവില്ല. ഈ അതായത് വേറെ ഉദാഹരണം പറഞ്ഞുതരാം. നമ്മുടെ സലൈവറി ഗ്ലാൻഡ് അതൊരു എക്സോക്രൈൻ ഗ്ലാൻഡ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെയാണോ ആവശ്യം അവിടേക്ക് ഡക്റ്റ് വെച്ച് പൈപ്പ് വെച്ച് ഒഴിച്ചു കൊടുക്കുക. അടുത്ത എക്സാമ്പിൾ, നമ്മുടെ ലിവർ ബൈൽ ജ്യൂസ് ഉണ്ടാക്കുന്നുണ്ട്. ഡിയോഡിനത്തിലാണ് അത് ആവശ്യം. അവിടെയാണ് ആവശ്യമെങ്കിൽ അവിടേക്ക് പൈപ്പ് വെച്ച് ഒഴിച്ചു കൊടുക്കുക അല്ലേ. പക്ഷേ തൈറോയ്ഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ബ്രെയിനാണ്. ബ്രെയിനിൽ നിന്ന് ജസ്റ്റ് ബ്ലഡിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഡക്റ്റ് ഇല്ല. ഡക്റ്റ് ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗ്ലാൻഡുകളാണ് എൻഡോക്രൈൻ ഗ്ലാൻഡുകൾ. അങ്ങനത്തെ ഗ്ലാൻഡുകൾക്ക് എന്ത് പ്രസന്റ് ഇല്ല? ഡക്റ്റ് പ്രസന്റ് അല്ല. അപ്പൊ എന്താണ്? എൻഡോക്രൈൻ ഗ്ലാൻഡ് ഡക്റ്റ് ലെസ് ഗ്ലാൻഡുകളാണ്. അപ്പൊ എക്സോക്രൈൻ ഗ്ലാൻഡോ ഡക്റ്റ് ഉള്ള ഗ്ലാൻഡുകളാണ്. എക്സാമ്പിൾ ഓഫ് എൻഡോക്രൈൻ ഗ്ലാൻഡ് എക്സാമ്പിൾ എന്തായിരിക്കും? തൈറോയിഡ്, തൈമസ്, ഹൈപ്പോതലാമസ്, പിറ്റ്യൂട്ടറി, എന്ത് വേണമെങ്കിലും പറയാം. തൈറോയിഡ്, തൈമസ്, ഹൈപ്പോതലാമസ്, പിറ്റ്യൂട്ടറി, അഡ്രീനൽ എന്ത് വന്നാലും എൻഡോക്രൈൻ ഗ്ലാൻഡ് വരും. എക്സോക്രൈൻ ഗ്ലാൻഡ് എക്സാമ്പിൾ എന്താ വരിക? സലൈവറി ഗ്ലാൻഡ്, സലൈവറി ഗ്ലാൻഡ്, സ്വെറ്റ് ഗ്ലാൻഡ്, സ്വെറ്റ് ഗ്ലാൻഡ്, സെബേഷ്യസ് ഗ്ലാൻഡ്. അതായത് സലൈവറി ഗ്ലാൻഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ തുപ്പൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗ്ലാൻഡ്, സ്വെറ്റ് ഗ്ലാൻഡ് വയർപ്പ് ഗ്രന്ഥി, സെബേഷ്യസ് ഗ്ലാൻഡ് ഓയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗ്രന്ഥി ഉണ്ടല്ലോ, സെബം പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗ്രന്ഥി. അതൊക്കെ എന്താണ്? ലാക്രിമൽ ഗ്ലാൻഡ്, സെറുമിനസ് ഗ്ലാൻഡ്. അതൊക്കെ നമ്മുടെ എൻസൈംസ് അതൊക്കെ എൻസൈംസ് ആണെന്നല്ല കേട്ടോ പറഞ്ഞേ. എൻസൈംസ് ആണ് എക്സോക്രൈൻ ഗ്ലാൻഡ് സെക്രീറ്റ് ചെയ്യുന്നത്. അല്ല ഡക്റ്റ് ഉള്ളതിനെ പറഞ്ഞ പേരാണ് ഇതെന്ന് പറയുന്നത്. ഡക്റ്റ് ഉണ്ടെങ്കിൽ അത് എക്സോക്രൈൻ ആയിരിക്കും, ഡക്റ്റ് ഇല്ലെങ്കിൽ അത് എന്തായിരിക്കും? എൻഡോക്രൈൻ ഗ്ലാൻഡ് ആയിട്ട് മാറും കേട്ടോ. മെയിൻ ആയിട്ട് എൻസൈംസ് എന്ന് പറയുമ്പോൾ നമുക്ക് വേറെ കുറെ പറയാം കേട്ടോ. നമ്മുടെ ലിവറിന്റെ കേസ് പറയാം, ഡക്റ്റ് ഉണ്ട്. അതുപോലെ തന്നെ ഇൻറ്റസ്റ്റൈനൽ മ്യൂക്കോസ ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സലൈവർ ഗ്ലാൻഡ്, അങ്ങനത്തെ എല്ലാ ഗ്ലാൻഡ്സും ഉൾപ്പെടുത്താം. അതാണ് ഹെറ്ററോക്രൈൻ ഗ്ലാൻഡ്. ഹെറ്ററോക്രൈൻ ഗ്ലാൻഡിന്റെ എക്സാമ്പിൾ ആണ് പാൻക്രിയാസ്. പാൻക്രിയാസിന് എടുത്ത് നോക്കുന്ന സമയത്ത് നമ്മൾ ഇങ്ങനെയാണ് സ്റ്റൊമക്ക് നമ്മുടെ ബോഡിയിൽ വരുന്നതെങ്കിൽ, സ്റ്റൊമക്ക് ഇങ്ങനെ വരുന്ന സമയത്ത് ഇവിടെ കാണുന്ന ഒരു ഗ്ലാൻഡ് ആണ് എന്തെന്ന് പറയുന്നത്? പാൻക്രിയാസ്. ഡിയോഡിനത്തിലേക്ക് ഓപ്പൺ ചെയ്യുന്ന ഒരു ഗ്ലാൻഡ് ആണ് പാൻക്രിയാസ്. ഇവിടെ നമുക്ക് എന്ത് വരും? ഇവിടെ നമുക്ക് ഇങ്ങനെ ലിവർ ഉണ്ടായിരിക്കും അല്ലെ. ഇവിടെ എനിക്ക് ലിവർ ഉണ്ടായിരിക്കും, ഇവിടെ സ്റ്റൊമക്ക് ഉണ്ടായിരിക്കും. സ്റ്റൊമക്കിന്റെ അടിയിൽ കാണുന്ന ഗ്ലാൻഡ് ആണ് എന്തെന്ന് പറയുന്നത്? എന്റെ പാൻക്രിയാസ് എന്ന് പറയുന്നത് അല്ലെ. ഈ പാൻക്രിയാസിൽ രണ്ട് ടൈപ്പ് സെൽസ് ഉണ്ട്. നമുക്ക് അത് ഡെപ്ത് ഇപ്പൊ ഈ ചാപ്റ്റർ പഠിക്കാനില്ല. ഐലറ്റ്സ് ഓഫ് ലാംഗർഹാനും ഉണ്ട്, അസീനി സെൽസും ഉണ്ട്. അതായത് രണ്ട് ടൈപ്പ് ടിഷ്യൂ പ്രസന്റ് ആണ്. അതിൽ ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് ഹോർമോൺസ്, ആ ഇൻസുലിൻ, ഗ്ലൂക്കഗോൺ പോലത്തെ ഹോർമോൺസ്. അതില് അത് നമ്മുടെ ഐലറ്റ്സ് ഓഫ് ലാംഗർഹാനിലത്തെ ആൽഫ സെൽസും ഉണ്ട്, ബീറ്റ സെൽസും ഉണ്ട്. അതിൽ ആൽഫ സെൽസ് ഗ്ലൂക്കഗോണും ബീറ്റ സെൽസ് നമ്മുടെ ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യും. അതൊക്കെ ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സെക്ഷൻ ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻ എന്ന് പറയുന്നത്. അടുത്താണ് എന്ന് പറയുന്നത് അസീനി സെൽസ്. അല്ലെങ്കിൽ അസീനി സെൽസ് എന്താ പ്രൊഡ്യൂസ് ചെയ്യുക? അവർ എൻസൈംസ് പ്രൊഡ്യൂസ് ചെയ്യും. ഡൈജഷൻ പഠിച്ചിട്ടുള്ള പിള്ളേർക്ക് അറിയാം, നമുക്ക് അല്ലെങ്കിൽ വരുന്ന ചാപ്റ്ററിൽ പഠിക്കും. ട്രിപ്സിനോജൻ, കൈമോട്രിപ്സിനോജൻ, പ്രോകാർബോക്സിപെപ്റ്റിഡേസ്, എമൈലേസ്, ലിപ്പേസ് തുടങ്ങിയ ഒരുപാട് എൻസൈമുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആളാണ് അസീനി സെൽസ്.
അപ്പൊ പാൻക്രിയാസിൽ 2 ടൈപ്പ് ഉണ്ട്. ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻ ഉണ്ട്, ഒപ്പം തന്നെ എന്തുണ്ട്, അസീനി സെൽസ് ഉണ്ട്. അതിൽ ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻ എന്ന് പറയുന്നത് എൻഡോക്രൈൻ പോർഷൻ ആണ്, ഹോർമോൺസിന് ഉണ്ടാക്കുന്നുണ്ട്. അസീനി സെൽസ് എന്ന് പറയുന്നത് എക്സോക്രൈൻ പോർഷൻ ആണ്, എൻസൈംസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. മനസ്സിലായെന്ന് വിചാരിക്കാണ് കേട്ടോ. അപ്പൊ നമുക്ക് ഇത്രയും കാര്യങ്ങളാണ് അതിനെ കുറിച്ച് പഠിക്കാനുള്ളത്. അപ്പൊ നമുക്ക് ഇനി ഒരു കാര്യം കൂടി പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ടോപ്പിക് കംപ്ലീറ്റ് ആവുകയാണ്. നമുക്ക് ഇനി നമ്മളിപ്പോ സെല്ലുകളെ കുറിച്ച് പഠിച്ചു, എപ്പിത്തീലിയൽ ടിഷ്യൂനെ കുറിച്ച് പഠിച്ചു, അങ്ങനത്തെ ഡീപ്പായിട്ട് ഒരുപാട് കാര്യങ്ങളെ കുറിച്ച് പഠിച്ചു. ഇനി നമുക്ക് ബേസ്മെന്റ് മെംബ്രെയിനെ കുറിച്ച് വരെ പഠിച്ചു. ഇനി നമുക്ക് മനസ്സിലാക്കേണ്ടത് ഈ 2 സെല്ലുകൾ തമ്മിലുള്ള കണക്ഷൻസ്, ജംഗ്ഷൻസിനെ കുറിച്ച് നമുക്ക് പഠിക്കണം. അതായത് ഇതൊരു സെല്ല്, ഇത് വേറെ സെല്ല്, ഇത് വേറെ സെല്ല് അല്ലേ? ഈ 3 സെല്ലുകൾ തമ്മിൽ ഇന്റർസെല്ലുലാർ സ്പേസ് ഉണ്ടാവില്ല, ഉണ്ടെങ്കിൽ തന്നെ നെഗ്ലിജിബിൾ ആണെന്ന് പറഞ്ഞു അല്ലേ? ഈ 2 സെല്ലുകളെ തമ്മിൽ കണക്ട് ചെയ്യുന്ന ജംഗ്ഷൻസ് ഉണ്ട്. നമ്മളിപ്പോ വീട് പണിയുന്ന സമയത്ത് ഇഷ്ടിക വെച്ചിട്ട് മാത്രം വീട് പണിയാൻ പറ്റുമോ? അതിൻ്റെ ഉള്ളിൽ നമ്മൾ എന്ത് ചെയ്യണം? സിമെന്റ് വെച്ച് അടയ്ക്കണ്ടേ? അതുപോലെ ഉണ്ട്. ചില സ്ഥലങ്ങളിൽ നമ്മൾ ഹോളുകൾ ഇടും, അങ്ങനെയുണ്ട്. അപ്പൊ നമ്മൾ പഠിക്കാൻ പോണത് ചില സ്ഥലം ചിലത് നമ്മൾ കോൺക്രീറ്റ് ചെയ്യും, ചില സ്ഥലത്ത് സിമെന്റ് മാത്രമായിരിക്കും, ചില സ്ഥലത്ത് ബെൽറ്റ് ഇട്ട് വാർക്കും, അങ്ങനെ ഒരുപാട് ടൈപ്പ് ഉണ്ട്. അതുപോലെ നമ്മുടെ എപ്പിത്തീലിയൽ ടിഷ്യൂസിന്റെ കേസിലും ഇങ്ങനെ കുറച്ച് ജംഗ്ഷനുകളെ കുറിച്ച് പഠിക്കാനുണ്ട്. അതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്, ജംഗ്ഷൻസ് കേട്ടോ. ജംഗ്ഷൻസ് മെയിൻ ആയിട്ട് 3 ടൈപ്പ് ജംഗ്ഷൻ ആണ് നമുക്കുള്ളത്. ടൈറ്റ് ജംഗ്ഷൻ, അഡ്ഹിയറിംഗ് ജംഗ്ഷൻ, ഗ്യാപ്പ് ജംഗ്ഷൻ. ടൈറ്റ് ജംഗ്ഷൻ ഉണ്ട്, അഡ്ഹിയറിംഗ് ജംഗ്ഷൻ ഉണ്ട്, ഗ്യാപ്പ് ജംഗ്ഷൻ ഉണ്ട്. ടൈറ്റ് ജംഗ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ സെൽസ് ഇങ്ങനെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരിക്കും. മൂന്നാമത്തെ സെല്ല്, 4ാമത്തെ സെല്ല്, 5ാമത്തെ സെല്ല്. ഈ സെല്ലുകളുടെ ഇടയിൽ ഫുള്ള് ഒരു പ്രോട്ടീൻ കൊണ്ടുള്ള സിമെന്റിങ് മെറ്റീരിയല് അല്ലെങ്കിൽ കണ്ടോ ഇങ്ങനെ ഒരു സാധനം വെച്ച് കംപ്ലീറ്റ് ഫില്ല് ചെയ്യും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾക്കും ഒരു അയോൺസിനും ഒന്നിനും ഇവിടുന്ന് ഇങ്ങടും കടക്കാൻ പറ്റില്ല, ഇവിടുന്ന് ഇങ്ങടും കടക്കാൻ പറ്റില്ല. പ്രിവെന്റ് ലീക്കേജ് എന്ന് പറയാം കേട്ടോ. പ്രിവെന്റ് ലീക്കേജ് പ്രിവെന്റ് ചെയ്യാൻ പരിപാടി. ഒരാൾക്ക് ഇവിടെ നിന്ന് ഇങ്ങടോ ഒരാൾക്ക് ഇവിടെ നിന്ന് അങ്ങടോ കടക്കാൻ പറ്റില്ല. പ്രധാനമായിട്ടും ഇത് കാണുന്നത് യൂറിനറി ബ്ലാഡറിലായിരിക്കും. യൂറിനറി ബ്ലാഡറിൽ കാണുന്ന സെൽസ് ടിഷ്യൂ ആണ് ഇവര് കേട്ടോ. അല്ല ജംഗ്ഷൻ ആണ് ഇവര്, ടൈറ്റ് ജംഗ്ഷൻ. പ്രിവെന്റ് ലീക്കേജിനെ തടയാൻ വേണ്ടിയിട്ട്. അടുത്തതാണ് അഡ്ഹിയറിംഗ് ജംഗ്ഷൻ. അഡ്ഹിയറിംഗ് ജംഗ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാലേ ഇതൊരു സെല്ലാണ്, ഇത് വേറെ സെല്ല്, ഇത് വേറെ സെല്ല്, ഇത് വേറെ സെല്ല്. ഇത്രയും ഗ്യാപ്പ് ഉണ്ടാവില്ല കേട്ടോ, മനസ്സിലാക്കാൻ വേണ്ടി മാത്രം വരയ്ക്കുന്നതാണ്. ഇന്റർസെല്ലുലാർ സ്പേസ് ഉണ്ടെങ്കിൽ തന്നെ ഭയങ്കര നെഗ്ലിജിബിൾ ആയിരിക്കും. ഇവർ തമ്മിൽ ഇങ്ങനെ കണക്ഷൻസ് ഉണ്ടായിരിക്കും, നമ്മള് കമ്പിയൊക്കെ ഇട്ട് വാർക്കണ പോലെ കേട്ടോ. ഇതിന്റെ ഒരു പ്രത്യേക ഇതിന്റെ മെയിൻ ഡ്യൂട്ടി സിമെന്റിങ് ആണ്, ജോയിനിങ് അഡ്ജസന്റ് സെൽസ് ടുഗദർ. ഇവർ തമ്മിൽ സ്ലിപ്പായി പോകാതെ അഡ്ജസന്റ് സെൽസിനെ ഒരുമിച്ച് കൂട്ടി വെക്കുക. ജോയിനിങ് അഡ്ജസന്റ് സെൽസ് ടുഗദർ. അപ്പൊ എന്താണ് ഈ ടൈറ്റ് ജംഗ്ഷനും അഡ്ഹിയറിംഗ് ജംഗ്ഷനും വ്യത്യാസം എന്ന് വെച്ചാല് ഇതിൽ സുഖമായിട്ട് അകത്തിക്കും പുറത്തേക്കും ഒക്കെ ആൾക്കാർ ഓടിക്കളിക്കാനുള്ള ഫെസിലിറ്റി ഉണ്ടായിരിക്കും. ഒരേ പ്രത്യേകതയുള്ളൂ, ചില പ്രോട്ടീൻസ് വെച്ചിട്ട് ഇവരെ തമ്മിൽ എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കും, ബോണ്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. ചില പ്രോട്ടീൻസ് വെച്ചിട്ട് അഡ്ജസന്റ് സെൽസുകൾ തമ്മിൽ സിമെന്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും ഫോർ പ്രിവെന്റിംഗ് മൂവ്മെന്റ്. ഇതങ്ങനെ മൂവ്മെന്റ് ഒന്നും ഉണ്ടായിരിക്കില്ല. അതാണ് ഗ്യാപ്പ് ജംഗ്ഷൻ. ഗ്യാപ്പ് ജംഗ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാല് കുറച്ച് സെൽസ് ഇങ്ങനെയുണ്ട്. ഈ സെൽസുകൾ തമ്മിൽ കണക്ഷൻ ഉണ്ടായിരിക്കും. ആ സെൽസിന്റെ സൈറ്റോപ്ലാസങ്ങൾ തമ്മിൽ കണക്ഷൻ ഉണ്ടായിരിക്കും. അതായത് കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ സെൽസ്. അതാണ് ഇവിടെ മെയിൻ ഫംഗ്ഷൻ.
കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ സെൽസ് എന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ സെല്ലിന് ഇയാളോട് സംസാരിക്കാം, ഇവിടുത്തെ സെല്ലിന് സംസാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ഉദ്ദേശിക്കുന്നത് അയോൺസിന് അങ്ങോട്ട് ഇങ്ങോട്ട് പോവാം, ഇവിടെ നിന്ന് ഇങ്ങോട്ടും വരാം, ഇവിടെ നിന്ന് അങ്ങോട്ട് പോവാം, ഇവിടെ നിന്ന് ഇങ്ങോട്ടും വരാം, ഇവിടെ നിന്ന് അങ്ങോട്ട് പോവാം. അങ്ങനത്തെ ഒരു മെക്കാനിസം ആണെങ്കിൽ നമ്മൾ അതിനെന്തെന്ന് പറയും? ഗ്യാപ്പ് ജംഗ്ഷൻ എന്ന് പറയും. എന്താണ്? കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ. നമ്മൾ പ്ലാസ്മോഡെസ്മാറ്റ പ്ലാന്റ് സെല്ലിൽ നമ്മൾ എന്തിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്? പ്ലാസ്മോ ഡെസ്മാറ്റ അത്തരത്തിലുള്ള സെൽസ് ആണ് കേട്ടോ. ജംഗ്ഷൻസ് 3 ടൈപ്പ് ഉണ്ട്. ടൈറ്റ് ജംഗ്ഷൻ ഉണ്ട്, അഡ്ഹെറിംഗ് ജംഗ്ഷൻ ഉണ്ട്, ഗ്യാപ്പ് ജംഗ്ഷൻ. ടൈറ്റ് ജംഗ്ഷൻ എന്ന് പറഞ്ഞാൽ പ്രിവെന്റ് ലീക്കേജ്. യൂറിനറി ബ്ലാഡറിലേക്കാണ് ഒരാൾ അങ്ങോട്ടും ഇങ്ങോട്ടും കടത്തിവിടില്ല, പ്രോട്ടീൻ വെച്ച് ഫുള്ള് സീൽ ചെയ്ത് വെച്ചിരിക്കാം. അഡ്ഹെറിംഗ് ജംഗ്ഷനോ ജോയിൻ അഡ്ജസന്റ് സെൽസ് ടുഗദർ, പരസ്പരമുള്ള ആൾക്കാരെ ഒട്ടിച്ചു വെച്ചിരിക്കുന്നത് മാത്രമേ ഉള്ളൂ. അയോൺസിനൊക്കെ സൂപ്പർ ആയിട്ട് കടന്നു പോവാം. അടുത്താണ് ഗ്യാപ്പ് ജംഗ്ഷൻ. പ്ലാസ്മോഡെസ്മാറ്റ വഴി കണക്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. സൈറ്റോപ്ലാസ്റ്റുകൾ തമ്മിൽ കണക്ഷൻ ഉണ്ട്. നമ്മൾ ഇന്ന് ഇത്രയും എടുക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. നമ്മൾ ഇന്ന് എപ്പിത്തീലിയൽ ടിഷ്യൂവിനെ കുറിച്ചാണ് സംസാരിച്ചത്. പല ടൈപ്പ് ഉണ്ടായി. സിമ്പിൾ ഉണ്ടായിരുന്നു, കോമ്പൗണ്ട് ഉണ്ടായിരുന്നു. സിമ്പിളിൽ തന്നെ സ്ക്വാമസ് ഉണ്ടായിരുന്നു, ക്യൂബോയിഡിൽ ഉണ്ടായിരുന്നു, കോളംനാർ ഉണ്ടായിരുന്നു, സ്ട്രാറ്റിഫൈഡിൽ ഉണ്ടായിരുന്നു. അങ്ങനെ വ്യത്യാസങ്ങൾ. അതിനുശേഷം നമ്മൾ സിമ്പിൾ എന്ന് പറഞ്ഞ ഫ്ലാറ്റ് ആണ്, ന്യൂക്ലിയസ് സെന്ററിലാണ്, ഡിഫ്യൂഷൻ ആണ് ഫോം. ഡിഫ്യൂഷൻ മാട്രിക്സ് ഫോം ചെയ്യുന്ന മെയിൻ ഡ്യൂട്ടി എന്ന് പറയുന്നത് ഏതൊരു എപ്പിത്തീലിയ ആണെങ്കിലും ബേസ് മെംബ്രെയിൻ ഇരിക്കുന്നുണ്ടായിരിക്കും. അങ്ങനത്തെ സംസാരിച്ചു. ഇവിടെ കാണുന്ന ഡിഫ്യൂ, അതായത് നമ്മുടെ ആൽവിയോളയിലും അതുപോലെ തന്നെ നമ്മുടെ ബ്ലഡ് വെസൽസിലെ കാപ്പിലറീസിലായിരിക്കും ഇത് കാണണ്ടായിരിക്കുക എന്ന് പറഞ്ഞു. അടുത്തായിട്ട് എന്തായിരുന്നു? സ്ക്വാമസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്യൂബോയിഡൽ ആയിരുന്നു, ക്യൂബ് ലൈക്ക് സ്ട്രക്ചർ ആണ്, സെൻട്രൽ ന്യൂക്ലിയസ് കാണുന്നുണ്ട്. അത് അബ്സോർപ്ഷനും അതുപോലെ തന്നെ സെക്രീഷൻ ഡ്യൂട്ടി, അങ്ങനെ ഒരുപാട് നമ്മുടെ PCT കാണുന്നുണ്ട്. അങ്ങനെ ഒരുപാട് കാലം ഡിസ്കസ് ചെയ്തു. സീലിയേറ്റഡ് ഉണ്ട്, നമ്മുടെ ക്യൂബോയിഡിൽ നോക്കുകയാണെങ്കിൽ സീലിയേറ്റഡ്, ബ്രഷ് ബോർഡേഡ്, ഗ്ലാൻഡുലാർ ഉണ്ട്. ഒരുപാട് ടൈപ്പ് ഗ്ലാൻഡ് ഉണ്ട്. നമ്മൾ സ്ട്രാറ്റിഫൈഡിലെ കരാറ്റിനൈസും നോൺ കരാറ്റിനൈസും സംസാരിച്ചു. ഇതൊക്കെ റിവൈസ്, ഏതെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ റിവൈസ് ആയിട്ട് ഒന്നും കൂടി കണ്ടു നോക്കുക. മനസ്സിലായോ? അതിന് നമ്മൾ ഗ്ലാൻഡുകൾ പല ടൈപ്പ് ഗ്ലാൻഡ്, യൂണിസെല്ലുലാർ ഉണ്ട്, മൾട്ടിസെല്ലുലാർ ഉണ്ട്, ഒപ്പം തന്നെ എപ്പോക്രൈൻ ഉണ്ട്, മീറോക്രൈൻ ഉണ്ട്, ഹോളോക്രൈൻ ഗ്ലാൻഡ്സിനെ കുറിച്ചൊക്കെ സംസാരിച്ചു. ഓരോന്ന് എവിടെയൊക്കെ കാണണം, അതിന്റെ ഫംഗ്ഷൻസ് എന്തൊക്കെ എന്ന് പഠിച്ചു. പിന്നെ എക്സോക്രൈൻ ഗ്ലാൻഡ് എന്താണ്, എൻഡോക്രൈൻ ഗ്ലാൻഡ് എന്താണ്, ഹെട്രോക്രൈൻ ഗ്ലാൻഡ് എന്താണ്, അതിന്റെ ഫംഗ്ഷൻസ് എന്തൊക്കെയാണ്, ഏതൊക്കെയാണ് ആ ഗ്ലാൻഡുകൾ, അങ്ങനെ സംസാരിച്ചു. അതിനുശേഷം ലാസ്റ്റ് ജംഗ്ഷൻസും സംസാരിച്ചു. അപ്പൊ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഇന്ന് നമ്മൾ ഫുള്ള് സംസാരിച്ചതിനെ കുറിച്ചാണ്. എന്തൊക്കെയാണ് എപ്പിത്തീലിയൽ ടിഷ്യൂ, എന്താണ് ഒരു ടിഷ്യൂ എന്ന് പറയുന്നത്, എന്താണ് ഒരു എപ്പിത്തീലിയൽ ടിഷ്യൂ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അങ്ങനത്തെ കുറെ കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചാറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാം, നമുക്ക് റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പൊ എല്ലാവർക്കും ബെസ്റ്റ് ഓഫ് ലക്ക്.